നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. 4-ാം നാൾ നിലമ്പൂർ വിധി എഴുതും. അടുത്ത തിങ്കളാഴ്ച നിലമ്പൂരിലെ വിധി എന്താണെന്ന് നമുക്കറിയാം. രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം LDFനെയും UDFനെയും സംബന്ധിച്ച് ഒരു ജീവൻ മരണ പോരാട്ടം കൂടിയാണ് നടക്കുന്നത്. കാരണം ഇനി പൊതു തെരഞ്ഞെടുപ്പിന് ഒരു വർഷത്തിൽ താഴെ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഘട്ടത്തിൽ അതിനു മുമ്പ് നടക്കേണ്ട ഏറ്റവും അവസാനത്തെ ഉപതെരഞ്ഞെടുപ്പാവും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ഇനിയും അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം അത്യപൂർവമാണ് എന്നതുകൂടി പറയേണ്ടി വരും. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമോ? ഇവിടെ LDFന് മണ്ഡലം നിലനിർത്താനാവുമോ, അതോ UDFിൻ്റെ പരമ്പരാഗതമായ ശക്തി കേന്ദ്രമാണ് കഴിഞ്ഞ 9 വർഷങ്ങൾ മാത്രമാണ് അത് PV അൻവറിൻ്റെ കൈകളിലേക്ക് പോയത്. അതിനു മുമ്പ് ആര്യാടൻ സ്ഥിരമായി ജയിച്ചുകൊണ്ട് ആര്യാടൻ മുഹമ്മദ് 8 തവണ ജയിച്ച ഒരു മണ്ഡലം, തുടർച്ചയായി 6 തവണ ജയിച്ച ഒരു മണ്ഡലമൊക്കെ കൂടിയാണ്. അവിടെയാണ് ഇടതുമുന്നണിയിൽ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുമ്പോൾ, മറുഭാഗത്ത് ഇടതുമുന്നണിയിൽ നിന്നും നിലമ്പൂരിൽ നിന്ന് തന്നെയുള്ള CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുവ നേതാവ് M സ്വരാജ് മത്സരിക്കുന്നു. കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. പക്ഷേ അവിടെ ഇപ്പോൾ വികസന വിഷയങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്തേക്ക് അവിടെ ഇപ്പോൾ ഏറ്റവും അവസാനം ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അത്തരം ചർച്ചകളുമൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. പക്ഷേ അങ്ങനെ എന്തോ ചർച്ചകളായിക്കോട്ടെ, രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ വ്യത്യസ്ത അവരുടെ വോട്ട് താല്പര്യത്തിന് വേണ്ടി വിവിധ വിഷയങ്ങളൊക്കെ ഉന്നയിക്കുന്നു. ഒടുവിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആർക്കാണ് അവിടെ മേൽക്കൈ ഉണ്ടത് എന്നുള്ള വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഏറ്റവും ഒടുവിൽ ചർച്ച ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ മുതൽ ഇറാനിലെ ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ വിഷയങ്ങൾ വരെ ചർച്ചയാവുന്ന ഒരു തെരഞ്ഞെടുപ്പ്, ആ ഒരു തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിക്കാണ് നിലമ്പൂരിൽ ഇപ്പോൾ ഒരു മേൽക്കൈ ഉള്ളത് എന്ന് താങ്കൾക്ക് തോന്നുന്നു? സാറേ നമസ്കാരം. നമസ്കാരമുണ്ട് സാറേ, ഞാനിപ്പം കോഴഞ്ചേരി പുല്ലാട് വിമാനകോടതി പറ്റിയ രഞ്ജിതയുടെ വീട്ടിൽ പോയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ശരി, ഓക്കെ. അത് അത്യന്തം ദാരുണമായ ഒരു സംഭവമായിരുന്നു. ഞാൻ അവരുടെ വീട്ടിൽ പോയായിരുന്നു. അപ്പൊ ഒന്നും ആയില്ല, നമ്മളൊന്നും അറിയാമല്ലോ. അറിയാം. അത്യന്തം ദാരുണമായ ഒരു സംഭവം തന്നെയാണ്, ആരെയും മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു. ഞാൻ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ മന്ത്രിയൊക്കെ വിളിച്ചായിരുന്നു, MP ഒക്കെ വിളിച്ചായിരുന്നു, ട്രിപ്പാസും പിന്നെ നമ്മുടെ ആന്റണി സാറിനെയൊക്കെ വിളിച്ചായിരുന്നു. ഒന്നും ആയില്ല. അവരുടെ വീട്ടിൽ പോയായിരുന്നു, എല്ലാരും കണ്ടു. ഈ സമയത്ത് ആ വീടുകളിലൊന്ന് ചെല്ലുക എന്നുള്ളതും അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളതും പ്രധാനം തന്നെയാണ്. അത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ പോയി. ശരി, ഓക്കെ. ശ്രീ ഷാജി, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അതുകൊണ്ട് മാത്രമാണ് അത്. മറ്റേ എന്താ വിഷയം? നമ്മുടെ വിഷയം നിലമ്പൂരിലെ ആർക്കല്ലേ മേൽക്കൈ? അത് കോൺഗ്രസിനല്ലേ കിട്ടത്തുള്ളൂ. താങ്കൾ എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കങ്ങനെ ഒത്തിരി കാരണങ്ങൾ പറയാനുണ്ട്. പക്ഷെങ്കിൽ എന്താന്ന് വെച്ചാൽ കാരണം ഒത്തിരി ഈ മറ്റേ വിഷമം കൂടി വന്നപ്പോ എനിക്ക് പറയാം. ശരി, ഓക്കെ. ശ്രീ ഷാജി, താങ്കളുടെ മാനസികാവസ്ഥ മനസ്സിലാവുന്നു. ശ്രീ കൃഷ്ണയാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ കൃഷ്ണ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അവസാന നിമിഷം പലതരത്തിലേക്കുള്ള വികസനവും അഴിമതിയും ഒക്കെയാണ്. ഒരുപാട് വികസന കാര്യങ്ങൾ പറയാൻ സർക്കാരിനുണ്ട്, സർക്കാരിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിനുണ്ട്. പക്ഷേ പ്രതിപക്ഷവും സർക്കാരും ഒക്കെ ആരോപണങ്ങളൊക്കെ വിട്ടിട്ട് അവർ മറ്റു ചില വിഷയങ്ങളിലേക്കാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, എപ്പോൾ അവസാനത്തെ റൗണ്ടിൽ ആർക്കാണ് മേൽക്കൈ എന്നാണ് താങ്കൾ കരുതുന്നത്? ശ്രീകൃഷ്ണ, കേൾക്കാമോ? പറഞ്ഞോളൂ. ഈ അവസാന സമയത്ത് എനിക്ക് പറയാനുള്ള LDF തന്നെ ജയിക്കുമെന്നാണ്. കാരണം വികസനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ വോട്ടുകൾ പിടിക്കുന്നത്. സുരാജ് ഏട്ടൻ തന്നെയാണ് ജയിക്കത്തുള്ളൂ. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ പ്രഭാകരനാണ് കോഴിക്കോട് നിന്നും. ശ്രീ പ്രഭാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ നിലമ്പൂരിൽ ഏറ്റവും അവസാനത്തെ പൊരിഞ്ഞ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ നടക്കുന്നു, അതിൽ ആർക്കാവും മേൽക്കൈ? ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, താങ്കൾക്ക് പറയാം. ഹലോ, നമസ്കാരം. ശ്രീ സൂപ്പി, പറഞ്ഞോളൂ. നമസ്കാരം. എന്റെ അഭിപ്രായത്തില് UDF 141 സീറ്റ് കിട്ടിയിട്ട് അവിടെ വികസനം കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ UDFന് കിട്ടിയത് കൊണ്ട് എന്ത് മെച്ചമാണെന്ന് എന്റെ ചോദ്യം. UDF അല്ല അവിടെ ജയിച്ചിരുന്നത്, LDF ആണ്. മുമ്പ് ജയിച്ചത് അവരെയാണ്. വീണ്ടും UDF ജയിക്കുകയാണെങ്കിൽ അവിടെ എന്ത് വികസനം കിട്ടാൻ പോകുന്നത്? കാരണം 140 സീറ്റ് കിട്ടിയിട്ട് 41 സീറ്റ് കിട്ടിയിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, വികസനം
LDF സർക്കാർ ഒന്നും തന്നിട്ടില്ല എന്നാ പറയുന്നത്. സൂപ്പി അത് ഇതുമായിട്ട് വീണ്ടും അവിടെ സീറ്റിന്റെ കൊടുത്തു എണ്ണമായിട്ട് ഞാൻ പറഞ്ഞല്ല. കഴിഞ്ഞ തവണ അവിടെ ഇടതു സ്വതന്ത്രനായ അൻവർ അല്ലേ കഴിഞ്ഞ 2 തവണ നിന്നത്. താങ്കൾ ഉദ്ദേശിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് അതെ മനസ്സിലായി. അതെ, ഞാൻ പറയുന്നത് 140-ല് 41 സീറ്റ് UDF കിട്ടിയിട്ടുണ്ട് അല്ലേ? അതും ഇതുമായിട്ട് എന്താണ് ബന്ധം? കിട്ടിയിട്ടുണ്ട്. ഓ മറ്റുള്ള മണ്ഡലങ്ങളിൽ UDF കിട്ടിയിട്ടുണ്ട്. അതെ, അവിടെ വികസനം നടന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അവരെ മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് സർക്കാർ ആനുകൂല്യം കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ വീണ്ടും LDF അവിടെ UDF ജയിച്ചാൽ LDF സർക്കാർ കൊടുത്തിട്ടില്ല എന്നല്ല പറയാ. ശരി, ഓക്കെ. അപ്പോ പിന്നെ അതും ഇതുമായി എനിക്ക് ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ മറ്റു മണ്ഡലങ്ങളിൽ വികസനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജയിച്ചാലും UDF അങ്ങനെ പറയില്ലേ എന്നുള്ളൊരു ചോദ്യം. ശരി, ഓക്കെ. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ നിലമ്പൂരിലെ ഒരു രാഷ്ട്രീയ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. നിലമ്പൂരിലെ രാഷ്ട്രീയം വളരെയധികം ഇടതുപക്ഷത്തിന് മുന്നോട്ടാണ്. യാതൊരു കാരണവശാലും ഇടതുപക്ഷമല്ലാതെ വേറെ ആളും അവിടെ ജയിക്കൂല. കാരണം അവിടെ നല്ലവനായ ഒരു സ്ഥാനാർത്ഥി, നിലമ്പൂർ ചുങ്കത്തറക്കാരൻ നിലമ്പൂർക്കാരൻ സ്ഥാനാർത്ഥിയും പിന്നെ ഒരു പരിശുദ്ധമാക്കപ്പെട്ട മുന്നണിയാണ്. അതായത് മറ്റുള്ളതിനൊക്കെ മുന്നണിക്ക് മഹാമോശങ്ങളുണ്ട്, പല മോശങ്ങളും. അതൊക്കെ പല രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അവരെ വെറുത്തിരുന്നു. അവരെ കാര്യത്തിനൊന്നും അവർ പോയിട്ടൊന്നുമില്ല. അപ്പൊ ഇത്തരം മോശം പറഞ്ഞ കാര്യങ്ങൾ മുമ്പ് എല്ലാ മുന്നണിയുടെ ഭാഗമായിട്ടും ഒക്കെ ഇത്തരം മോശക്കാരുമായിട്ടുള്ള ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അതിനന്നോലും അത് മൂല്യം നോക്കിയിട്ടാ തന്നിരുന്നേ. അരീക്കോട് ഒരു മൂല്യമാണെങ്കിൽ മഞ്ചേരി ഒരു മൂല്യം, അല്ലെങ്കിൽ മലപ്പുറത്തെ ഒരു മൂല്യം എന്നൊക്കെ പറഞ്ഞാണ് മൂല്യം നോക്കിയിട്ട്. നമുക്ക് മറ്റു പ്രശ്നമില്ല, ജയിക്കും. ശരി, ശ്രീ മുഹമ്മദ്. ശ്രീ സിറാജാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ സിറാജ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ ഏറ്റവും അവസാനം ഈ ചർച്ച പോലും യഥാർത്ഥത്തിൽ വികസനം ചർച്ച ചെയ്യേണ്ട ഭരണപക്ഷം, സർക്കാരിനെതിരെയുള്ള നിരവധി വിഷയങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷം, പക്ഷേ രണ്ടുപേരും ഇപ്പോൾ ഈ വികസനവും ഈ അത്തരം വിഷയങ്ങൾ, അഴിമതി ആരോപണങ്ങളൊന്നും ചർച്ച ചെയ്യുന്നതിന് പകരമായി ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ആർക്ക് അല്ലെങ്കിൽ ആരുമായി ബന്ധം, അത്തരം വിഷയങ്ങളിലേക്കൊക്കെ ചർച്ച മാറുന്നുണ്ടോ പൂർണ്ണമായും? ശ്രീ സിറാജ് പറയാം. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഞാൻ മിഞ്ഞാന്റെ കാര്യത്തിൽ ചെറിയ ക്ലാരിറ്റി വെട്ടെ. ഞാൻ മിഞ്ഞാന്ന് 3 മുസ്ലിം യുവാക്കളുടെ പേര് പറഞ്ഞത് അവരുടെ മതത്തിന് പിന്നെ ഇതാക്കാൻ വേണ്ടിയല്ല. ഞാൻ അവരുടെ രാഷ്ട്രീയത്തിന് മാത്രമേ പറഞ്ഞിട്ടില്ല. CPM, കമ്മ്യൂണിസ്റ്റ്, ഈ കോൺഗ്രസ് കൂടെ പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കിരൺ ബാബു പെട്ടെന്ന് എന്നെ ഞാനൊരു മതേതര വിശ്വസിച്ച ആളെന്നെ കിരൺ ബാബു, എനിക്ക് ഭയങ്കര പ്രയാസം ഉണ്ടായി. അതിനെപ്പറ്റി അല്ല ശ്രീ ദാസൻ, എനിക്കറിയാം താങ്കൾ മതേതരത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്ന്. പക്ഷേ താങ്കൾ ഒരു പൊതുവേദിയിൽ ഈ 3 പ്രധാനപ്പെട്ട നേതാക്കളുടെ, പ്രത്യേകിച്ച് A. റഹീം, ഷാഫി പറമ്പില്, പിന്നെ ഒരാളുടെ പേര് കൂടി താങ്കൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഷംസീറിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ പറയുമ്പോൾ അതിനെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കാൻ തോന്നും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ വിശദീകരണം പറഞ്ഞത്. ഇവരെ മാത്രം പറയുമ്പോൾ അത് മതത്തിന്റെ അത് പോട്ടെ, നമുക്ക് എന്തായാലും അത് കഴിഞ്ഞു. നമുക്ക് ഇന്നത്തെ കാര്യം സംസാരിക്കും. അപ്പൊ അത് പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാല്, ഈ പിന്നെ ഒരു മുസ്ലിം മതത്തിൽ ഒരു ഏകീകൃത സ്വഭാവം ഉണ്ട്. ഈ വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് അത് രഹസ്യമായിട്ട് നിർദ്ദേശങ്ങള് പള്ളി മുഖേന കൊടുക്കുന്ന ആ ഏകീകൃത സ്വഭാവത്തിന്റെ അതിന് മുസ്ലിം മതത്തിനുള്ളിൽ തന്നെയുള്ള വ്യത്യസ്ത വിഭാഗങ്ങളുടെ വോട്ട് ആര് മേടിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ വലിയ തർക്കം നടക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടൊക്കെ വെച്ചിട്ടാണ് തർക്കം നടക്കുന്നത്. അപ്പോൾ പിന്നെ ഏകീകൃത സ്വഭാവം എന്ന് പറയുന്നത് അവിടെ ഇല്ലാതായില്ലേ? 25,000 വോട്ടിന് കണക്കുപ്രകാരം സൗഖ്യത്തിൽ ജയിക്കണം. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അവസാന ഘട്ടം ജയിച്ചു വന്നാൽ 1000 വോട്ടിന് ജയിച്ച് രംഗത്തിന് മഹാഭാഗ്യം എന്ന അഭിപ്രായം. കാരണം ആ രീതിയിലേക്ക് ഈ ഇലക്ഷൻ പോയിട്ട് സ്വരാജിനോട് ഒരു ഹമാസ് അനുകൂലിയായതുകൊണ്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ നല്ല ശതമാനം ആളുകൾ സ്വരാജിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. മിക്കവാറും സ്വരാജ് ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഇന്ന് 25,000 വോട്ട് സൗഖ്യത്തിൽ എഴുതി ഞാൻ പക്ഷേ മാപ്പ് കൊണ്ട് ഈ ചാനലിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനത്തെ എങ്ങനെയാ പറഞ്ഞത്? 25,000 വോട്ടിന് അല്ല ശ്രീ ദാസൻ, മനസ്സിലായില്ലേ? 25,000 വോട്ടിന് ആര് ജയിക്കുന്ന പറഞ്ഞേ? 25,000 വോട്ടിന് സൗഖ്യത്തിൽ ജയിക്കേണ്ട ആള് സൗഖ്യത്തിൽ ഇപ്പോഴത്തെ കളി സൗഖ്യത്തിൽ ജയിക്കൂല. ആദ്യത്തെ കളിക്ക് ജയിക്കണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ മാറിക്കഴിഞ്ഞു. ഇനി സൗഖ്യത്തിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പരസ്യമായിട്ട് മാപ്പ് പറയും. ഷൗക്കത്ത് ജയിച്ചാലാണോ മാപ്പ് പറയുന്നത്?
ജയിക്കാണ്. ഇപ്പൊ എന്തായാലും മാപ്പ് ശ്രീ ദാസൻ, താങ്കൾ മാപ്പൊന്നും പറയണ്ട. രാഷ്ട്രീയം എപ്പോഴും വിശകലനമാണ്. ആ വിശകലനത്തിൽ ചിലപ്പോൾ തെറ്റുകളൊക്കെ വരാം. ആളുകൾ വോട്ട് ചെയ്യേണ്ട ആളുകളൊക്കെയാണ്. അപ്പോൾ ആര് ജയിക്കും തോക്കും എന്നൊക്കെ വലിയ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ. ശരി ശരി എന്തായാലും സ്വരാജിന് മുൻതൂക്കം എന്നാണ് ശ്രീ ദാസൻ കണ്ണൂരിൽ നിന്ന് പറയുന്നത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. നമ്മൾ ആരുടെയും അങ്ങനെ ഒരാൾ ജയിക്കും തോക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വാശി പിടിച്ച് മാപ്പൊന്നും പറയേണ്ട കാര്യമില്ല. അത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള വിശകലനങ്ങൾ വരും. വലിയ നേതാക്കൾ തന്നെ, എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വലിയ നേതാക്കൾ തന്നെ അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുന്നു. പിന്നെ സാധാരണക്കാരായ മനുഷ്യരുടെ കണക്കുകൂട്ടൽ തെറ്റിപ്പോകുന്നതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരാൾ ഒരു വലിയ തെറ്റും ഒന്നുമല്ല. അതൊരു മാപ്പൊന്നും പറയേണ്ട ഒരു തെറ്റുമല്ല. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ മുഹമ്മദ് കേൾക്കാമോ? ടെലിഫോൺ ബന്ധത്തിൽ തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട വികസന വിഷയങ്ങളോ അല്ലെങ്കിൽ അത്തരം ജനകീയ വിഷയങ്ങളൊക്കെ ചർച്ച മാറി മറ്റു വിഷയത്തിലൊക്കെയാണ് ചർച്ച നടക്കുന്നത്. പക്ഷേ അത് എന്തോ ആയിക്കോട്ടെ, അവരെല്ലാം വോട്ട് പിടിക്കാൻ വേണ്ടി മുന്നണികൾ അവസാന നിമിഷം ഇറക്കുന്ന ചില കളികളായിട്ട് അതിനെയൊക്കെ കാണാം. എന്നാലും ഇപ്പോൾ ആർക്കാണ് മേൽക്കൈ തോന്നുന്നത്? കിരൺ നമസ്കാരം. നമസ്കാരം. കിരൺ ഇപ്പോ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, അത് വളരെ വാസ്തവമാണ് ഇപ്പൊ പറഞ്ഞത്. പ്രധാനപ്പെട്ട വലിയ ആൾക്കാരൊക്കെ രജിസ്റ്റർ ചെയ്ത് തോറ്റുപോയിരുന്നത് അത് വളരെ കാര്യമാണ്, അതാണ് ശരിയത്. പിന്നെ ആലത്തൂരിനെ പറ്റി പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. ഒരു ചെറിയ കാര്യം പറയുന്നുള്ളൂ. ആലത്തൂര് ഉരുക്കുകോട്ടയാണ്, അറിയാലോ ആലത്തൂര്. അപ്പോ ഇവിടെ കോഴിക്കോട് നിന്ന് വന്ന രമ്യ ഹരിദാസ് 1.5 ലക്ഷം വോട്ടിന് PKPനെ തോൽപ്പിച്ചു. അത് ഒരാളും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ സംഭവം ഇവിടെ ഉണ്ടായി. അപ്പൊ ഇത് ഈ ചോദ്യം തന്നെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടാണ്, ഒരു ഉത്തരം പറയാൻ പറ്റില്ല. ദാസൻ പറഞ്ഞപ്പോ മാപ്പ് പറയുന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്, അതൊക്കെ എന്തിനാ വെറുതെ? അല്ല, നമ്മൾ ജയിക്കുമോ നോക്കുമെന്നൊന്നും അല്ല നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ആർക്ക് ഇപ്പോഴത്തെ ഒരു വിഷയം, പുതിയ ചർച്ചകളൊക്കെ നടക്കുന്നത്. അപ്പോൾ ആർക്ക് ഏത് വിഭാഗത്തിന് അങ്ങനെ ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ ആളുകൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് അതാണല്ലോ. ഇടതുപക്ഷത്തിന് മേൽക്കൈ ഉണ്ടോ, UDFന് മേൽക്കൈ ഉണ്ടോ എന്നുള്ള വിഷയങ്ങളൊക്കെ ആണല്ലോ. അല്ലാതെ ഇപ്പോൾ ഒരാൾ ജയിക്കും തോക്കുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ തോറ്റുപോയാലും ജയിച്ചു പോയാലും അതൊന്നും ഒരു വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. അതെ, മാപ്പൊന്നും പറയണ്ട, അത് പോട്ടെ. അപ്പോ ഈ ഇവര് ഭരണപക്ഷം പറയുന്നത് ഇപ്പോ അവരുടെ ഭരണത്തിന്റെ വിലയിരുത്തലാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരിക്കൽ പോലും സമ്മതിക്കുന്നില്ല. അതാണ് എന്റെ രസം. അത് ഇന്ന് വരെ സമ്മതിച്ചിട്ടില്ല ഒരാളും. അതെന്തുകൊണ്ട്? ഞാൻ ഈ ചോദ്യം അങ്ങനെ തിരിച്ചു ചോദിക്കുക. അത് പറയുന്നില്ല. ബാക്കിയുള്ള 100 നേട്ടങ്ങൾ പറയുന്നുണ്ട്, 1000 കോട്ടങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞ പോലെ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ പറയുന്ന എത്ര പേർക്ക് സഹായിക്കുമ്പോഴേ ചങ്കൂറ്റുണ്ട്, എത്ര പേർക്ക്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നാണ്. ശ്രീ സന്തോഷ്, താങ്കളെ കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് നിലമ്പൂരിന്റെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ, ഏത് മുന്നണിക്ക് അനുകൂലമായിട്ടാണ് നീങ്ങുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ആദ്യമായിട്ട് ആ വിമാനാപകടത്തിൽ മരിച്ച നഴ്സിനും കുടുംബത്തിനും എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ശരി, ഓക്കെ. എന്തായാലും പിന്നെ നിലമ്പൂരിലെ കാര്യം, നിലമ്പൂരിൽ അൻവർ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ശ്രീ സന്തോഷ്, പുള്ളി കാരണമാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. അതുകൊണ്ട് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രണ്ടിലൊന്നും അറിയാം. അതറിയാം, അതല്ല ചോദിച്ചത്. താങ്കൾ ട്രോൾ ചെയ്താണോ അഭിപ്രായം പറഞ്ഞതാണോ എന്ന്? ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞാണ്. പുള്ളി കാരണമാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. സാധാരണക്കാരന്റെ പൈസ, നികുതി പൈസ എത്രയാ ഇതിന് ചെലവഴിച്ച്, ഇതൊക്കെ വേണ്ടാത്ത പണിയല്ലേ. അതുകൊണ്ട് ഒന്നെങ്കിൽ ഇതിനോടെ രാഷ്ട്രീയം അയാളുടെ തീർന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നും പ്രതികരിച്ചത്. ശ്രീ ഫിറോസാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ഫിറോസ്, യഥാർത്ഥത്തിൽ ജനകീയ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട സമയത്ത് അവിടെ ചർച്ച പോലും മറ്റു പല വിഷയങ്ങളുമാണ്. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും അവിടെ ഏത് മുന്നണി ഉയർത്തുന്ന വിഷയങ്ങൾക്കാണ് ഒരു മേൽക്കൈ നിലവിലുള്ളത്? അത് നമ്മുടെ സ്വരാജിനാണ് മുൻകൈ ഉള്ളത്. സ്വരാജ് എന്ന് വെച്ചാൽ ജനകീയനാണ്, നല്ലൊരു പ്രവർത്തനം കൂടിയാണ്. പിന്നെ അവിടുത്തെ വോട്ടർമാര് നെല്ലും ബദലും വേർതിരിച്ചറിയാൻ കഴിവുള്ള നല്ല വോട്ടർമാരാണ്. അത് കാരണം അവർക്ക് നന്നായി അറിയാം ആര് ജയിപ്പിക്കണം, ആരെ തോൽപ്പിക്കണം എന്നുള്ളത്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ അനിലാണ് കരുനാഗപ്പള്ളിയിൽ നിന്നും. ശ്രീ അനിൽ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? അവിടെ LDFും UDFും ഉയർത്തുന്ന രാഷ്ട്രീയത്തിൽ ഇതിലേത് മുന്നണിയുടെ രാഷ്ട്രീയത്തോടാവും ഇപ്പോൾ കൂടുതൽ ആളുകൾ യോജിക്കുക?
സാറേ, ഞാൻ LDF UDF ഉയർത്തുന്ന രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായിട്ട് കാണുന്നത് എം സ്വരാജ് എന്ന വ്യക്തിത്വത്തെ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകനെ ജനങ്ങൾക്കിടയിലേക്ക് ജനങ്ങൾക്കായി വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവ്, അതോടൊപ്പം തന്നെ നിയമസഭയ്ക്ക് അകത്ത് വേണ്ട ഒരു നേതാവ്. അതുകൊണ്ട് സഖാവ് എൻ സ്വരാജ് ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് തന്നെ നടക്കത്തുള്ളൂ എന്നൊരു ഞങ്ങളുടെ പ്രദേശത്തുള്ള വർത്തമാനവും ഞങ്ങൾ ആ കാഴ്ചപ്പാടിൽ കാണുന്നു. ഇതാണ് എൻ്റെ അഭിപ്രായം. ശരി, ഓക്കെ. അനിലാണ് കരുനാഗപ്പള്ളിയിൽ നിന്നും ഈ അഭിപ്രായം പറഞ്ഞ ശ്രീ സുധീറാണ് തൃത്താലയിൽ നിന്നും. ശ്രീ സുധീർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇനി 4-ാം നാൾ നിലമ്പൂർ വിധി എഴുതാൻ പോവുകയാണ്. അടുത്ത തിങ്കളാഴ്ച നമുക്കറിയാം ആരാണ്, രാവിലെയോടുകൂടി അറിയാം അവിടെ ആരാണ് ജയിക്കാൻ പോകുന്നത് എന്നെല്ലാം. എങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് അതിനു മുമ്പ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ ആർക്കാണ് ഒരു മേൽക്കൈ ഉള്ളത്? മേൽക്കൈ പറയുമ്പോൾ സ്വരാജാണ് ഇപ്പൊ അതിലൊരു ബെറ്റർ കാൻഡിഡേറ്റ്. സ്വരാജ് അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. ആര്യാടൻ ഷൗക്കത്ത് അങ്ങനെ ഒരു ബെറ്റർ കാൻഡിഡേറ്റ് അല്ലേ? അങ്ങനെയല്ല, എന്നാലും നോക്കുമ്പോ സ്വരാജ് തന്നെയാണ്. പക്ഷെ പറയാൻ ബെറ്റർ പറഞ്ഞിട്ട് ചിലപ്പോ നമ്മള് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുണ്ടായി, അതിൽ ബെറ്റർ സ്ഥാനാർത്ഥിയാണ് നമ്മളെ ജോസഫ്. പക്ഷെ എന്തുണ്ടായി, എല്ലാ ടീമും ഒരുമിച്ച് മുള്ളുമുരിക്കും പാമ്പ് പറഞ്ഞില്ല, അതുപോലെ എല്ലാരും ഒരുമിച്ചിട്ട് അവിടെ ഉമ്മ തോമസം ജയിപ്പിച്ചു. ആ രണ്ട് സ്ഥാനാർത്ഥി പറയാൻ പറ്റുമോ ശ്രീ സുധീർ? തോറ്റു പോകുമ്പോഴെല്ലാം അങ്ങനെയൊക്കെ ഒരുമിപ്പിച്ചു എന്നൊക്കെ പറയാം. അവർ ചെറിയ ഭൂരിപക്ഷത്തിനൊന്നും അല്ലല്ലോ ജയിച്ചത്, വലിയ ഭൂരിപക്ഷത്തിനല്ലേ ജയിച്ചത്. അങ്ങനെ ഒരു രാഷ്ട്രീയ പരിചയമില്ലാത്ത ഒരാൾ പെട്ടെന്ന് കൊണ്ടുവന്ന് ഒരാളെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുമ്പോൾ അയാളാണ് ബെറ്റർ എന്നൊക്കെ പറയുമ്പോൾ മറ്റേ ഭാഗത്ത് മരിച്ചുപോയ ഒരു നേതാവിന്റെ ഭാര്യയെ മത്സരിപ്പിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും തമ്മിൽ അങ്ങനെ കാര്യമായ ഈ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബെറ്ററിന്റെയും ബെറ്റർ കുറവിന്റെയും ഒന്നും കാര്യമില്ലല്ലോ. അല്ല, അത് സുധീർ അങ്ങനെ ബെറ്റർ ഇയാളായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് തോറ്റു കഴിയുമ്പോൾ ഇയാൾ ബെറ്റർ ആയിട്ടും തോറ്റു എന്നൊക്കെ പറയുന്നതിന് കാര്യമില്ല. അങ്ങനെ സ്ഥാനാർത്ഥി ബെറ്റർ ആയിരുന്നെങ്കിൽ ജയിച്ചേനെ. അത് ഓക്കെ, അതന്നെ പറയണേ. അപ്പൊ രാഷ്ട്രീയത്തിലെ കേരള രാഷ്ട്രീയ പ്രവർത്തകരല്ല. അപ്പൊ രാഷ്ട്രീയത്തിൽ ഇപ്പൊ കേരളത്തിന്റെ അന്ന് കത്തിയുന്നില്ല, കേരളയിൽ സമിതി പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇത് ഗ്രൂപ്പ് 2020. അതുപോലെ തൃക്കാക്കരല്ല നമ്മളെ വിഷയം, എന്നാലും അത് അതിനെ പറ്റി പറയാണ്. 2020 നിർത്തിയില്ല. അതുപോലെ ഇപ്പൊ ഇവിടെ ഇപ്പൊ പിന്നെ BJP കാൻഡിഡേറ്റ് ഉണ്ട്, BJP കാരനല്ല, വേറെ പിന്നെ UDF ഭാഗമായിട്ടുള്ള ഒരാളിനാണ് ഇപ്പൊ പിന്നെ BJP കാരെ അവിടെ നിർത്തിക്കുന്നത്. അത് നിഷ്ക്രിയമാണ്. അത് UDF വോട്ടിനല്ലേ ചോർത്തി കളയുന്നത്, അല്ലാതെ LDF വോട്ടിനെ അല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ UDF തിരിച്ചു പറഞ്ഞൂടെ? അല്ല, UDF ഭാഗമായി നിൽക്കുന്ന ഒരാൾ BJP കാൻഡിഡേറ്റ് ആകുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് UDF കിട്ടേണ്ട വോട്ടല്ലേ ചോർന്നു പോകുന്നത്? അതല്ല, BJP വോട്ട് അവിടെ പോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ സ്വരാജിനായിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് UDF കൊടുത്താൽ എന്തിട്ട് ചെയ്യും? അങ്ങനെയാണെങ്കിൽ അവർ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാണോ മത്സരിപ്പിക്കേണ്ടത്? അതുപോലെ BJP കാരനല്ലല്ലോ അവിടെ. അല്ല, BJP കാരൻ അല്ലെങ്കിൽ UDF ഇപ്പൊ LDF ഒരാളെയാണ് BJP മത്സരിപ്പിച്ചപ്പോൾ നമുക്ക് പറയാം LDF വോട്ട് കൂടുതൽ ചോരാൻ സാധ്യത ഉണ്ട് എന്ന് പറയാം. UDF ഒരാളെ മത്സരിച്ചാൽ സ്വാഭാവികമായും സാധ്യത UDF വോട്ടല്ലേ ചോരുന്നത്. നിങ്ങൾ മാധ്യമപ്രവർത്തകനല്ലേ? പിന്നെ കോൺഗ്രസിന്റെ ഏത് കോൺഗ്രസ് പിന്നെ ജേക്കബ് അല്ല, മറ്റേ കോൺഗ്രസിന്റെ ആണ്, കോൺഗ്രസിന്റെ. ഞാനതാ ചോദിച്ചത്, സിമ്പിളായ ചോദ്യമാണ് ശ്രീ സുധീർ ഞാൻ ചോദിച്ചത്. അതന്നെ പറയണേ. അല്ല, അതിനെ ഇതുമായിട്ട് എങ്ങനെയാണ് കൂട്ടിക്കിടപ്പം? ഞാനതാ ചോദിച്ചത് വളരെ സിമ്പിൾ ആയിട്ട്. BJP മത്സരിപ്പിച്ച ആൾ LDF നിന്നാണ് മത്സരിപ്പിച്ചെങ്കിൽ സ്വാഭാവികമായി LDF കുറച്ച് വോട്ട് ചോർന്നേനെ. ഇതിപ്പോൾ UDF ഭാഗമായ ഒരാളെയല്ലേ മത്സരിപ്പിച്ചത്. അതിനുശേഷം വന്നാലേ ഇപ്പൊ സ്ഥാനാർത്ഥി അവിടെ BJP കാരുടെ അവിവാദം എപ്പോഴും വന്നതല്ലേ? ശരി, BJP സ്ഥാനാർത്ഥി. അതാ പറയണത്. BJP കാരിപ്പോ സ്വരാജിന് പിന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മറ്റുള്ള മറിച്ച് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അതൊന്നും എനിക്കറിയില്ല, ആരെ ഒഴിവാക്കാൻ വേണ്ടി മറിച്ച് ചെയ്യുമെന്നുള്ള അറിയില്ല. ഞാൻ താങ്കൾ ഉന്നയിച്ച വിഷയം അതായിരുന്നില്ല ആദ്യം, അതുകൊണ്ടാണ് ഞാനത് പറിച്ചുകൊണ്ട് കാണിച്ചത്. ശരി, ഓക്കെ. ശ്രീ അഭിലാഷാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ അഭിലാഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഇപ്പോഴത്തെ ഈ പ്രചരണ വിഷയങ്ങളിൽ നിലമ്പൂരിൽ ആര് പറയുന്ന പ്രചരണ വിഷയങ്ങളോടാണ് കൂടുതൽ ജനങ്ങൾ യോജിക്കാൻ സാധ്യത? അത് തീർച്ചയായിട്ടും UDF പറയുന്ന പ്രചരണ വിഷയങ്ങളിൽ മാത്രമാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഷൗക്കത്ത് ജയിച്ചിരിക്കുകയാണ്. ഇനി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക, അതിന് തടയിടാൻ വേണ്ടിയിട്ടാണ് പെട്ടി വിവാദം. അത് പിന്നെ നമ്മുടെ പല സ്ഥലങ്ങളിൽ പാലക്കാടൊക്കെ നിന്നിട്ട് ഇപ്പം വാഹനങ്ങൾ പരിശോധിച്ച് UDF ഒരു വിഷയം സംശയം ചോദിച്ചോട്ടെ. UDF ഇതിനു മുമ്പ് സർക്കാരിനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങളും നിരവധി ആരോപണങ്ങളൊക്കെ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരുന്നവരാണ്. പക്ഷേ UDF അവസാന നിമിഷം വന്നപ്പോൾ അവരും അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ മാറി മറ്റു വിഷയങ്ങളിലേക്കൊക്കെയാണ് കേന്ദ്രീകരിക്കുന്നത്. ഇല്ല, ഇപ്പം ഏതായാലും ഇനി 9 മാസം കൂടെ ഉണ്ട് അങ്ങോട്ട്. ഇപ്പൊ അതിൻ്റെ അകത്ത് എന്താ വെച്ചാൽ ജനങ്ങളാരും ഇപ്പം ഞാനും സാറും എന്ന് വെച്ചിരുന്ന പൊട്ടന്മാരൊന്നും അല്ല. ഇതിനകത്ത് നടത്തിയിരിക്കുന്ന വികസനങ്ങളൊക്കെ അല്ലേ. ഇതിപ്പോ എന്തുകൊണ്ട് തീർത്ത് പറയുന്നില്ല? ഇതിപ്പോ ഈ അടുത്ത വരാൻ പോണ തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പിലേക്കുള്ള വിലയിരുത്തൽ സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് ഒരു പ്രമുഖ നേതാവും പറഞ്ഞു കേട്ടിട്ടില്ല. എന്താ പറ്റി? അല്ലല്ല, സർക്കാരിന്റെ വിലയിരുത്തലും കൂടിയാണ് ഇതെന്ന് എം വി ഗോവിന്ദൻ തന്നെ പറഞ്ഞിരുന്നു. പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കഴിയാൻ നേരത്ത് ഇനിയിപ്പോ പറയാനൊക്കെ ഇതില്ലേ, SDPIക്ക് സ്ഥാനാർത്ഥിയുണ്ട്, BJPക്ക് സ്ഥാനാർത്ഥിയുണ്ട്, അപ്പൊ ഈ ചെറിയ ഇതൊക്കെ ഉണ്ട്. ഇനിയിപ്പോ അടുത്ത ക്യാപ്സൂൾ നിർമ്മാണ ഫാക്ടറിയിലാണ് അവര് ചെന്ന സൗക്കത്തോടെ 15,000-നും 20,000-നും ഇടക്ക് ഭൂരിപക്ഷത്തിൽ 23-ാം തീയതി അവിടെ ഒരു കൊടി പാറണമെന്നുണ്ടെങ്കിൽ അത് മൂവർണ്ണ കൊടിയായിരിക്കും. അറിയാല്ല, ഷൗക്കത്ത് അവിടെ ജയിച്ചിരിക്കണം. ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല. ഇനി ഇവർ കളിക്കാനുള്ള കളി എന്ന് വെച്ചാൽ ഇനി വരാൻ പോണ ഈ 2-3 ദിവസത്തിനുള്ളിൽ എന്തൊക്കെ തരികട കളിച്ചെന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും ഇത് പിണറായി വിജയന്റെ പിന്നെ ഇതിൽ ഈ പെട്ടിൽ ആദ്യത്തെ ആണിയായിരിക്കും ഷൗക്കത്തിന്റെ വിജയം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ അഹമ്മദ് ബാവയാണ് മലപ്പുറത്ത് നിന്ന്. ശ്രീ അഹമ്മദ് ബാവ, താങ്കൾ എങ്ങനെയാണ് ഈ നിലമ്പൂരിലെ രാഷ്ട്രീയത്തെ കാണുന്നത്? നമസ്കാരം. നമസ്കാരം. ഏതൊക്കെ ഫാക്ടറികൾ ഒരു അന്വേഷണത്തിന് മുൻപ് ഈ പിണറായി സർക്കാർ സാധാരണ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരേ ഒരു കാര്യം മതി അൻവർ അവിടെ 20-ന്റെ മേലെ 25,000 വോട്ടിന് ജയിക്കാൻ. ഇന്നലെ ഞങ്ങളുടെ ഒരു ടീം അവിടെ ഒരു രഹസ്യ നിരീക്ഷണത്തിന് പോയിരുന്നു. അവിടുന്ന് കിട്ടിയ വിവരം എന്താണെന്ന് ചോദിച്ചാൽ അൻവർ 2ാം സ്ഥാനത്തേക്ക് എത്തും. അല്ല, അൻവർ ജയിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പൊ 2ാം സ്ഥാനമായോ പെട്ടെന്ന് 1/2 മിനിറ്റുള്ളിൽ? ഞാൻ പറഞ്ഞില്ലല്ലോ ഇനി 20-23,000 വോട്ടിന് ജയിക്കുമെന്നുള്ള പറഞ്ഞത്. അതെ, 20-25,000 വോട്ടിന് അൻവർ ജയിക്കുന്നില്ല, ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുന്നു. ഓക്കെ. അപ്പോ അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി. ഓക്കെ, ഞാൻ സോറി, ചിലപ്പോൾ ഞാൻ കേട്ടതിലെ പിഴവാന്ന് എനിക്കും അറിയില്ല. എന്തായാലും ഞാനങ്ങനെ കേട്ടത്. ഓക്കെ. അപ്പൊ ആ നിരീക്ഷണത്തിൽ നിന്ന് പോയ ആളുകൾ തന്ന വിവരം വെച്ചിട്ട് അൻവർ 2ാം സ്ഥാനത്തേക്ക് എത്തും. പിണറായി വിജയൻ എത്ര പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നോ അത്രത്തോളം വോട്ട് ആര്യാടൻ ഷൗക്കത്തിന് അവിടെ കൂടി കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കായിരുന്നു എന്താ പെട്ടി വരാത്തത്. ഇപ്പൊ പെട്ടിയും കൊണ്ടുവന്ന് വടകരത്തത് കഴിഞ്ഞു, പാലക്കാട് കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ടും ബുദ്ധി വരാത്ത ഒരാള് ഈ സ്വരാജിന് തന്നെ ആ പെട്ടി പ്രശ്നത്തില് അസംതൃപ്തി സ്വരാജിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരൊറ്റ ഫാക്ട് മതി സഹോദര, ഇത് ഒരൊറ്റ ഒന്ന് മതി. പിന്നെ അഹമ്മദ് ബാബ, ഒരു കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇതേ പിണറായി വിജയനെ മുൻനിർത്തി മത്സരിച്ച് താങ്കൾ പറഞ്ഞ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ വോട്ട് ആര്യാടൻ ഷൗക്കത്തിന് വരുമെന്നാണ്. അദ്ദേഹം പ്രസംഗിച്ച സ്ഥലത്തൊക്കെ വോട്ട് അങ്ങനെ എതിർപാളയത്തിന് പോയായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ തുടർ ഭരണം കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ് എന്നത് കൂടി താങ്കൾ മറക്കരുത്. പിണറായി പ്രസംഗിച്ചതല്ല. അല്ല, ഞാൻ സാധാരണത്തെ ജനങ്ങള് പിന്നെ പിണറായി വിജയൻ പ്രസംഗിച്ചില്ലേ? എന്തായി ലോക്സഭാ തെരഞ്ഞെടുപ്പില് അവിടൊക്കെ പിണറായി പ്രസംഗിച്ചല്ലോ. എല്ലാ സ്ഥലത്തും പ്രസംഗിച്ചു. എന്ത് ഒരു സീറ്റിൽ ഒതുങ്ങിയത്? അല്ല, നിയമസഭയിലും അദ്ദേഹം പ്രസംഗിച്ചില്ലേ? നിയമസഭയിൽ പ്രസംഗിച്ചപ്പോൾ തുടർ ഭരണം കേരളത്തിന്റെ ദീർഘമായ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉണ്ടായില്ലേ? ഈ ഒരു കിറ്റിന്റെ പ്രശ്നം വെച്ചിട്ട് പോന്നതാണ്. കിറ്റ് പിണറായി വിജയന്റെ പിന്നെ ഇതോ AKG സെന്ററിൽ നിന്ന് എടുത്തു കൊടുത്തതൊന്നുമല്ല. താങ്കളും ഞാനും ഒക്കെ കൊടുക്കുന്ന. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും കിറ്റ് കൊണ്ട് മാത്രം കേരളത്തിൽ ജയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വോട്ടർമാരെ അത്രത്തോളം നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്നത് കൂടി സൂചിപ്പിക്കുകയാണ്. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ നിലമ്പൂരിന്റെ രാഷ്ട്രീയം എങ്ങനെയാണ് തിളയ്ക്കുന്നത്? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഈ തുടർ ഭരണത്തിന്റെ കേസ് പറഞ്ഞാൽ എനിക്ക് ആദ്യം പറയാനുള്ളത് ഈ പാവങ്ങൾക്ക് കൊടുത്ത കിറ്റിന്റെ കേസാണ്. ഈ കിറ്റ് കൊടുത്ത് പറ്റിച്ച് ആണ് ഈ പാവങ്ങളെ കൊണ്ട് ഈ വോട്ട് വായിപ്പിച്ചത്. അത് ജനത്തിന് മനസ്സിലായി. ഏത് വികസനത്തിന്റെ പേരിലാണ് ഇവർക്ക് വോട്ട് ചെയ്യേണ്ടതെന്നോട് സാർ പറയണം. സാർ ആദ്യം വേറൊരു വ്യവസ്ഥ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, അതിനൂടെ എനിക്കൊരു ചെറിയൊരു മറുപടി തരാനുണ്ട് സാറേ. ഈ എന്തുകൊണ്ടാണ് സതീശൻ വികസനത്തെ പറ്റി പറയാതെ, അല്ല ഇവരുടെ അഴിമതിയെ പറ്റി പറയാതെ മറ്റേ വർഗീയത പറയുന്നു ചോദിച്ചു ഇല്ലേ? അപ്പൊ വികസനത്തിനെ പറ്റി ഇടതുപക്ഷം പറയുന്നേ ഇല്ല. അവർ വർഗീയതയാണ് പറയുന്നത്. അപ്പൊ വരുന്നതിനനുസരിച്ചുള്ള കൗണ്ടറെ കൊടുക്കാൻ പറ്റുള്ളൂ. അതിനനുസരിച്ചാണ് ഇപ്പൊ അവിടുത്തെ പോക്ക് പോകുന്നത്. ഇവര് ഓരോ ദിവസം ഓരോ പ്രോഗ്രാം കൊണ്ടുവരും. അതിനനുസരിച്ച് ഇത് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഈ സ്വരാജ് പറഞ്ഞല്ലോ, സ്വരാജിന് അവിടുത്തെ ജനങ്ങൾക്ക് പകുതി പേരും പറയുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് ഈ ഇദ്ദേഹത്തെ അറിയത്തില്ലാത്ത. എങ്കിൽ പിന്നെ എന്തിനാണ് ഇയാളെ ബാബുവിന്റെ അവിടെ പോയി മത്സരിച്ച് തോറ്റത്? നല്ലൊരു വ്യക്തിയാണെങ്കിൽ ഈ ഭൂരിപക്ഷം വളരെ ഭൂരിപക്ഷം കിട്ടിയ ഇടതുപക്ഷത്തിന്റെ മുമ്പിൽ ഇദ്ദേഹം എന്തുകൊണ്ട് രക്ഷപ്പെടാതെ പോയി?
അല്ല ശ്രീ ഈ ജയകുമാർ ഒരു മറ്റു കാര്യം മനസ്സിലാക്കണം. സ്വരാജ് ആദ്യ തവണ ജയിച്ചത് അവിടെ കെ ബാബുവിനെ പോലെ ഈ പറയുന്ന പോലെ ആര്യാടൻ മുഹമ്മദിനെയൊക്കെ പോലെ ആ മണ്ഡലത്തിൽ സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്ന ആ മണ്ഡലത്തിലെ ഏറ്റവും ജനപ്രിയനായ നേതാവിനെ പരാജയപ്പെടുത്തി തന്നെയാണ് അദ്ദേഹം ആദ്യം ജയിച്ചത് എന്നതുകൂടി നമ്മൾ ആലോചിക്കണം. അവിടെ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമാണ് സ്വരാജ്, അല്ലാതെ ഏതെങ്കിലും പാർട്ടി സീറ്റിൽ നിന്നല്ല ജയിച്ചു പോയത്. പറയാം സാർ, പറയാം. സാറ് ചോദിച്ചത് മാധ്യമ പ്രവർത്തനമാണ്, ചോദിച്ചത് നല്ല ക്വസ്റ്റ്യനാണ്. സാറ് തന്നെ അതിന്റെ ഉത്തരവ് അറിയാം, സാറ് തന്നെ അതിന്റെ ഉത്തരവ് അറിയാം. അന്നത്തെ എന്തായിരുന്നു അതിന്റെ അറിവ്? മാർക്കോട അത് ഇത് മറ്റേത് മറിച്ച് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഈ ബാബുവിന് ഇത് സംഭവിച്ചു. ബാബുവിന് മാറ് അത് ഇതൊക്കെ ഉണ്ട്, എന്തെല്ലാം ഇവരിട്ട് പുട്ടാമോ സരിത ബാബു മറ്റത് മറിച്ചത് മാർക്കോഴ ഇതെല്ലാം വെച്ച് പിടിച്ച് ആര് വോട്ട് ചെയ്യും സാറെന്ന് പറയണം. സാക്ഷാൽ ഉമ്മൻചാണ്ടി സാറിന് പോലും വോട്ട് ചെയ്യാൻ ജനം മടിക്കുന്ന രീതിയിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ടാണ് അന്ന് അവിടെ ഇത് സംഭവിച്ചത്. നേരെ നേർക്ക് ആദ്യം പിന്നെ പറ്റിയല്ലോ, എന്ത് പറ്റി? ആദ്യം പറ്റിയതിനു ശേഷം നേരെ നേർക്ക് പറ്റിയിട്ട് എന്ത് പറ്റി? അതുകൊണ്ട് പിന്നെ ഒരു കാര്യം സാറേ, വികസനം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഈ റോഡ് നീ ഏതെങ്കിലും വഴി ഇറങ്ങി നടക്കാൻ പറ്റും. ശരി ജയകുമാർ, നമ്മുടെ സമയം കൂടുതലാകുന്നതുകൊണ്ടാണ് നമ്മുടെ സമയം കൂടുതലാകുന്നതുകൊണ്ടാണ് ശ്രീമതി ജയാണ് കൊല്ലത്തുനിന്ന്. ശ്രീമതി ജയ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? അവിടെ UDF-നും LDF-ഉം പൊരിഞ്ഞ പോരാട്ടമാണ്. പക്ഷേ രണ്ടുപേരും ഉന്നയിക്കുന്നത് എങ്ങനെ അവരുടെ ചില വർഗീയ വിഷയങ്ങളുമൊക്കെയാണ് പ്രധാനമായി ഉന്നയിക്കുന്നത് എന്നുള്ള വിഷയം കൂടി ഉണ്ടതിൽ. എങ്കിലും എങ്ങനെയാണ് താങ്കൾക്ക് തോന്നുന്നത്? അവിടെ ആരുടെ താല്പര്യങ്ങൾക്കാണ് അല്ലെങ്കിൽ ആരുടെ പ്രചരണത്തിനാണ് മേൽക്കൈയുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരം. ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് തന്നെ ആയിരിക്കും അവിടെ ജയിക്കുന്നത്. ഈ ആളിനെ തിരക്കി നടന്ന സ്ഥാനാർത്ഥിയെ തിരക്കി LDF കുറെ നടന്നല്ലോ. ലാസ്റ്റില് കൊണ്ടുവന്ന് നിർത്തിയ ഒരാളല്ലേ. ഇയാളെ എന്താ ആദ്യമേ അങ്ങ് നിർത്താൻ എന്തായിരുന്നു? ഇത്ര വലിയ മാന്യനും വലിയ ആളും ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ നിർത്താറുന്നല്ലോ. ഇവര് തിരക്കി നടക്കണ്ടായിരുന്നല്ലോ. UDF-ന്ന് വരെ ആളിനെ പിടിച്ചോണ്ട് പോകാനായിട്ട് അവർ ശ്രമിച്ചില്ലേ? അപ്പൊ അതുകൊണ്ട് അതിലൊന്നും ഒരു കലർപ്പും ഇല്ലാത്ത ആര്യാടൻ ഷൗക്കത്ത് തന്നെ ജയിച്ചും കിരണെ നമുക്ക് 23-ന് കാണാം. ശരി, ഓക്കെ. നമുക്ക് 23 കാണാം. ഓരോ പാർട്ടിക്കും പ്രതീക്ഷയുള്ളവർ അവരുടെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് അത്രത്തോളം ആത്മാർത്ഥമായി തന്നെ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേന്ദ്രനാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ രാജേന്ദ്രൻ, താങ്കൾ എങ്ങനെയാണ് നിലമ്പൂരിനെ വിലയിരുത്തുന്നത്? ശ്രീ രാജേന്ദ്രൻ കേൾക്കാമോ? അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ തടസ്സപ്പെടുന്നു. ശ്രീ സമദാണ് വൈക്കത്തുനിന്ന്. ശ്രീ സമദ്, താങ്കൾക്ക് പറയാം. ശ്രീ സമദിൻ്റെയും ടെലിഫോൺ ബന്ധത്തിൽ എന്തോ തടസ്സമുണ്ടോ എന്ന് തോന്നുന്നു. എന്തായാലും നമുക്കൊരു ബ്രേക്ക് എടുക്കേണ്ട സമയമായി. വളരെ വേഗത്തിൽ തന്നെ മടങ്ങി വരാം. ഷെറീഫാണ് എറണാകുളത്ത് നിന്ന് ചേരുന്നത്. ശ്രീ ഷെറീഫിലേക്ക് വരും മുമ്പ് നമുക്ക് ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഹായ് ഷാജി ഭാസ്കരൻ ഹായ് എന്ന് പറയുന്നു. കുട്ടൻ വിളക്കത്തല പറയുന്നു UDF-ന് 100% വിജയമാണ്. LDF 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടാൻ സാധ്യതയുണ്ട്. വർഗീയത അവിടെ വിലപ്പോകില്ല എന്ന് പറയുന്നു. ജയകുമാർ പറയുന്നു നമസ്കാരം, വികസനം മുഴുവൻ വിണ്ടുകീറി വെള്ളം കൊണ്ടുപോയി എന്ന് പറയുന്നു. റോഡിൻ്റെ വിഷയത്തെക്കുറിച്ചിട്ടായിരുന്നു. തള്ളി വിള്ളലായി എന്ന് ബിജോ പറയുന്നു. അതോടൊപ്പം തന്നെ നിലമ്പൂർ ഗ്രൗണ്ട് റിയാലിറ്റി UDF-ന് വൻ വിജയം നേടുമെന്ന സർവേ എന്ന് ബിജോ പറയുന്നു. ഏത് സർവേ ആണ് എന്നത് ഒന്നും പറയുന്നില്ല. ദിലീപ് യാതൊരു പ്രസക്തിയുമില്ല എന്ന് പറയുന്നു. പ്രതിപക്ഷത്തിന് വികസനം പറയേണ്ട കാര്യമില്ല, അവർക്ക് ഭരണമില്ല, വികസനം പറയാനുള്ളവർ വർഗീയത പറയുന്നു എന്ന് ജയകുമാർ പറയുന്നു. അതോടൊപ്പം തന്നെ നമസ്കാരം UDF വരുമെന്ന് അരുന്ധതി കോലപ്പറമ്പത്ത് പറയുന്നു. UDF-ന് വിജയമാണെന്നും ഒക്കെ വീണ്ടും ആളുകൾ പറയുന്നു. മോഹൻദാസ് UDF-നോട് ചോദിക്കൂ, എക്സിറ്റ് പോൾ പോലും തെറ്റുപറ്റുന്നുവെന്ന് ദിലീപ് കുമാർ പറയുന്നു. കാറ്റ്കിറ്റ് മിസ്റ്റർ കിരൺ എന്ന് പറയുന്നു. ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനാവുമോ എന്ന് മോഹൻദാസ് CS. കമ്മ്യൂണിസം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലവരായ സഖാക്കൾ മുഴുവൻ ഇപ്രാവശ്യം UDF-ന് വോട്ട് ചെയ്യും. അമ്മായിപ്പനും മരുമോനുമുള്ള ഒരു കൂട്ടുകമ്പനിയാണ് ഇപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്നു. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ആളുകളോടൊക്കെ, നിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടിക്കെതിരെ വിമർശനമൊക്കെ ഉന്നയിക്കാം, പക്ഷേ അതിൻ്റെ ഒരു പൊതുവേദിയിലൊക്കെ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൻ്റെ ഗൗരവത്തിലുണ്ട്. ഈ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ആളുകളെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടല്ല അങ്ങനെ ഉന്നയിക്കേണ്ടത്. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമൊക്കെ ആളുകൾക്ക് മനസ്സിലാവുന്നതാണ്. അത് ആ തരത്തിൽ അല്ല ഉന്നയിക്കേണ്ടത്. രാഷ്ട്രീയപരമായി ഈ സർക്കാരിനെതിരെ വിമർശനമുണ്ടെങ്കിൽ അത് ഉന്നയിക്കുകയാണ് വേണ്ടത്. ശ്രീ ജാബി ജാങ്കോ എന്നൊക്കെ എഴുതിയേക്കുന്നത്, സ്വന്തം പേര് പോലും എഴുതാൻ ഭയക്കുന്ന ആളാണ് ഈ ജാബി ജാങ്കോ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അങ്ങനെ എനിക്കറിയില്ല ഇനി ജാബി ജാങ്കോ എന്നൊക്കെ പേരുണ്ടോ എന്ന്, ചിലപ്പോൾ കാണുമായിരിക്കും.
നിലമ്പൂരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാറശാലയുള്ള ഒരാൾ എങ്ങനെ അഭിപ്രായം പറയുമെന്ന് ദിലീപ് കുമാർ ചോദിക്കുന്നു. അങ്ങനെ ദിലീപ് പാറശാലയിലുള്ളതല്ല, എവിടെയുള്ള ആൾക്കും അഭിപ്രായം പറയാം. അങ്ങനെ നിലമ്പൂരുകാർ മാത്രമൊന്നും അല്ലല്ലോ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത്. ഈ കേരളത്തിൽ മുഴുവനുള്ള ആളുകൾ പല സ്ഥലത്തെ പാർട്ടി പ്രവർത്തകരൊക്കെ അവിടെ പോയി വർക്ക് ചെയ്യുകയും നേതാക്കളെ മത്സരിക്കുകയും അവിടെ എല്ലാം പല മണ്ഡലങ്ങളും മത്സരിക്കുന്ന തന്നെ പല ജില്ലകൾ മാറി എത്രയോ ജില്ലകൾ മാറിയൊക്കെ പോയി മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ അഭിപ്രായം പറയുന്നതിന് അങ്ങനെയൊന്നുമില്ല. സുനിൽകുമാർ നമസ്കാരം പറയുന്നു. അതോടൊപ്പം തന്നെ അൻവറിനെയും പൂട്ടാം, ഞങ്ങളെ ചെറിയ ബുദ്ധിയിൽ കിളി മൂന്നാണ് തമ്പ്ര എന്ന് കളിയാക്കിക്കൊണ്ട് ആരോ പറഞ്ഞേക്കും. ഒരു വെടിക്ക് 3 പക്ഷി എന്ന് ബാംഗ്ലൂർ യൂട്യൂബ് പറഞ്ഞേക്കുന്നു. ബാബുവിൻ്റെ സ്വത്ത് കണ്ടുകെട്ടിയത് അറിഞ്ഞില്ലേ എന്ന് ഷാജി ഭാസ്കരൻ. ഇനിയിപ്പോൾ പറയും ഇറക്കുമതി ഇത് നാണമില്ല ഇടതിനും വലതിനും PV അൻവർ റോഡ് ഷോ എന്നൊക്കെ. അങ്ങനെ കുറേ അഭിപ്രായ പ്രകടനങ്ങൾ പിന്നെയും താഴോട്ട് കുറേ കൂടി ഉണ്ട്. എന്തായാലും നമുക്ക് അതിലേക്കൊക്കെ വരാം. ശ്രീ ഷെരീഫ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ നിലമ്പൂരിൽ ഏറ്റവും അവസാനം ഇങ്ങനെ പോര് കിടക്കുമ്പോൾ രണ്ട് ഭാഗത്തെയും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വന്ന് ഇപ്പോൾ PV അൻവറും ഇടയ്ക്ക് അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഇടയ്ക്കൊന്ന് മങ്ങി നിന്ന് അൻവറും വീണ്ടും ഇന്ന് യൂസഫ് പഠാനൊക്കെ ഇറക്കി. അവിടെ പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിലൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു ക്രിക്കറ്റ് താരവും TMCയുടെ നേതാവ് കൂടിയാണ്. അങ്ങനെ അൻവറും സജീവമായിരിക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? നമസ്കാരം സർ. നമസ്കാരം. എം സ്വരാജ് ജയിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറയുന്നത്? രാഷ്ട്രീയമായും ഇടതുപക്ഷത്തിന് മേൽക്കൈ ഉണ്ടാവും. പിന്നെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് സ്വരാജിനോട് കിടപിടിക്കാനുള്ള ഒരു സ്ഥാനാർത്ഥിയും അവിടെ മത്സരിക്കുന്നില്ല. സ്വരാജിന്റെ ഇമേജും എം സ്വരാജിന്റെ നിലപാടുകളും ആര്യാടൻ ഷൗക്കത്തും അത്തരത്തിൽ നിലപാടുകളൊക്കെ എടുത്തിട്ടുള്ള ഒരു നേതാവല്ലേ? ആയിരിക്കും. പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് നേതാവാണ്, നല്ല വ്യക്തിപരമായിട്ട് നല്ലതാണ്. പക്ഷെ സ്വരാജുമായിട്ട് കിടപിടിക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് സ്വരാജിനോട് എത്തിപ്പിടിക്കാൻ സാധിക്കില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എം സ്വരാജ് രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളിലും ബാക്കിയുള്ള രാജ്യത്തിലെ വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുമ്പോൾ സ്വരാജിന്റെ നിലപാട് വളരെ ക്ലാരിറ്റി ഉള്ള. അതുപോലെ തന്നെ നിലപാട് പ്രഖ്യാപിച്ച ആൾ തന്നെ അല്ലേ ഈ ആര്യാടൻ ഷൗക്കത്തും? അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ തന്നെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ തിന്മകൾക്കെതിരെയൊക്കെയുള്ള സിനിമകളൊക്കെ എടുത്ത് വലിയ വിവാദമൊക്കെ അയാൾ കൂടിയല്ലേ? അതെ. പക്ഷെ അദ്ദേഹം രാഷ്ട്രീയമായിട്ട് എടുത്ത നിലപാട് എന്താണ്? ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അതൊക്കെ പറഞ്ഞാൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുപിടിച്ച് എല്ലാവരും കേരളത്തിൽ ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു കൂടുതൽ കാലം ജമാഅത്തെ ഇസ്ലാമി. അന്ന് വെൽഫെയർ പാർട്ടി അവർ രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയമാരുമല്ല, ജമാഅത്തേക്ക് അന്നും ഇന്നുമല്ല ഈ പറയുന്ന മതരാഷ്ട്രവാദം ഉണ്ടല്ലോ. അപ്പോൾ ഈ രണ്ട് മുന്നണികളും കാലാകാലങ്ങളിൽ തരം പോലെ ഇത്തരക്കാരെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ല, ഓരോ കാലഘട്ടത്തിലും ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ സംഘടിതമായിട്ട് ഇവർ മുന്നേറാൻ ശ്രമിക്കുമ്പോൾ അതിനെല്ലാം തടയിടേണ്ടത് ആവശ്യമാണ്. ഒരു കാലത്ത് ഉണ്ടായെന്ന് പറഞ്ഞാൽ തിരിച്ചു മുന്നേറുകയല്ലേ, എപ്പോഴും നല്ലതിലേക്ക് വരാനല്ലേ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ ഇവർ പറയുന്ന ഭരണവിരുദ്ധ വികാരമുണ്ട്, വികസനമില്ല, പിണറായിസമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഈ ജമാഅത്ത് ഇസ്ലാമിയെയും SDPIനെയും ഒക്കെ കൂട്ടിയിട്ടിന് എന്തിനാ? ആ രാഷ്ട്രീയം പറഞ്ഞ് മത്സരിക്കാമല്ലോ. അതല്ലല്ലോ ചെയ്തത്. പ്രതിപക്ഷ നേതാവ് ഓരോ ദിവസവും. വ്യക്തമാണ് ശ്രീ ഷെരീഫ്. ശ്രീ വിജയനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ വിജയൻ, താങ്കൾ എങ്ങനെയാണ് ഈ നിലമ്പൂരിലെ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നത്? നമസ്കാരമുണ്ട്. നിലമ്പൂരിൽ ആര് ജയിച്ചാലും പ്രശ്നമില്ല. സ്വരാജ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു കാരണവശാലും ജയിക്കുന്നു. അതെന്താണ് സ്വരാജ് അങ്ങനെ ഒരു മോശപ്പെട്ട ഒരാളാണോ? അല്ലല്ലോ. അല്ല, മോശപ്പെട്ട ആളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇറങ്ങുന്ന കാര്യങ്ങൾ അതേപോലെയാണ്. അത് ഇതേവരെ ആരും പറഞ്ഞില്ല. എല്ലാവർക്കും പറയാൻ വിഷമോ എന്തോ കാര്യമൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ലൈവായിട്ട് ഈ സമൂഹത്തിൽ നിൽപ്പുണ്ട്. അത് സാറിനറിയാം, ഞാൻ എടുത്ത് പറയണതാണ്. അല്ല, താങ്കളിപ്പോൾ എന്താ പറയുന്നത് എനിക്കറിയില്ല. എന്തായാലും സ്വരാജ് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മോശപ്പെട്ട ഒരു നേതാവല്ല. സ്വരാജ് അതിശക്തമായ രീതിയിൽ അന്താരാഷ്ട്ര കാര്യങ്ങളിലൊക്കെ അടക്കം ഈ എന്തിന് യുദ്ധമുണ്ടാകുന്ന സമയത്ത് പോലും യുദ്ധവിരുദ്ധ നിലപാടുകൾ പറയാൻ ആളുകൾ മടിച്ചിരുന്ന ഘട്ടത്തിലടക്കം അത് പറഞ്ഞ ആർജവത്തോടു കൂടി പറഞ്ഞൊരു നേതാവാണ്. അങ്ങനെ പറയുന്ന ഒരാളെ വ്യക്തിപരമായി അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സ്വരാജിനെ ആയാലും നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു ആര്യാടൻ ഷൗക്കത്തെ കാര്യം പറഞ്ഞു, ഞാൻ പറഞ്ഞു അതിൽ ആര്യാടൻ ഷൗക്കത്തെ ആയാലും അങ്ങനെ വ്യക്തിപരമായി അങ്ങനെ ഒരു മോശക്കാരായ വ്യക്തികളല്ല ഇവർ രണ്ടുപേരും മികച്ച വ്യക്തിപരമായി ഉള്ള വ്യക്തികളാണ്. അല്ലാതെ രാഷ്ട്രീയമായി നമുക്ക് ആളുകളെ എതിർക്കാം, അങ്ങനെ വ്യക്തിപരമായി ഏതെങ്കിലും എതിർക്കേണ്ട ഒരു മോശക്കാരനല്ല സ്വരാജ്. സാറേ, ഇത് മുസ്ലിങ്ങളായാലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട വിശ്വാസികളായാലും
ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട വിശ്വാസികളായാലും ഹിന്ദു സമുദായത്തിൽപ്പെട്ട വിശ്വാസികളായാലും ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ മടിക്കും. അതെന്തിനാണ് ശ്രീ വിജയൻ സ്വരാജിന് വോട്ട് ചെയ്യുന്നതിന് വിശ്വാസിക്ക് എന്തെങ്കിലും മടിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടല്ലോ. എന്ത് കാര്യം? ഈ ഭാഗവതത്തിലെ വാചകങ്ങൾ എടുത്തുകൊണ്ട് അയാള് വളരെ മോശം. അയാൾ നിലവിലൊരു രാഷ്ട്രീയക്കാരനല്ലേ? എവിടുത്തെ വാചകം എടുത്തോണ്ട്? അതുകൊണ്ട് ഹൈന്ദവരെ നോട്ട് ചെയ്ത് ഞാൻ സംസാരിക്കാവോ? എന്ത് ഹൈന്ദവരെ നോട്ട് ചെയ്തത്? ആരാണ് ഈ ഹൈന്ദവർക്ക് അങ്ങനെ ഏതെങ്കിലും ആരുടെയും ഒരു കുത്തക അവകാശം വല്ലതും ഉണ്ടോ ആർക്കെങ്കിലും? ഹൈന്ദവ ഈ ഹിന്ദു മതത്തിനെതിരെയും ദൈവങ്ങൾക്കെതിരെയും ഒക്കെ ഒരുപാട് വിമർശനങ്ങളും അവർക്കെതിരായിട്ടുള്ള ഒരുപാട് കൃതികളും ഒക്കെ, കൃതികളിൽ തന്നെ എത്രയോ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ഒരാൾ ഒരു ചരിത്രമെടുത്ത് അല്ലെങ്കിൽ അതിനകത്തൊരു വിഷയമെടുത്ത് വിമർശിച്ചാൽ അതുകൊണ്ട് അവർക്ക് വിശ്വാസിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന അവസ്ഥ എവിടെയാണുള്ളത്? മൈക്കിന്റെ മുമ്പിൽ ഒരു MLA ആയിട്ടിരുന്ന ഒരാൾ വന്ന് നിന്ന് സംസാരിക്കുമ്പോൾ നമുക്കത് എഫക്ട് ചെയ്യുന്നതാണ്. എനിക്കെന്നല്ല, അതെന്തിനാ അങ്ങനെ എഫക്ട് ചെയ്യേണ്ട കാര്യമില്ല ശ്രീ വിജയൻ. ഈ നാട്ടിലെ എല്ലാ ദൈവങ്ങൾക്കെതിരെയും ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, പാട്ടുപാടിയിട്ടുണ്ട്, ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ചെയ്യണം, അതൊക്കെ വേണം. എപ്പോഴും ആരും വിമർശനാതീതരൊന്നുമല്ല. ഒരു ദൈവവും ഒരു മതവും വിമർശനാതീതമല്ല. മറ്റുള്ള മതം എന്ന് പറഞ്ഞാൽ അവരവർക്ക് മാത്രമുള്ള. അത് ഏത് മതമാണ് ശ്രീ വിജയൻ? എല്ലാ മതത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എല്ലാ മതത്തിനെതിരെ കാര്യങ്ങളുണ്ടെങ്കിൽ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ലോകത്ത്. അറിയാവോ സാറിന്? എന്താണ്? ഗണപതി മിത്ര. പക്ഷേ അള്ളാഹുവിന്റെ കാര്യം ചോദിക്കണം. ഞാൻ ഒരു അള്ളാഹുവിനെ കുറിച്ച് ഞാൻ മോശമായിട്ട് പറയുക. അള്ളാഹുവിന്റെ കാര്യം ഞാൻ അത്രയും വലിയ വിദ്യാഭ്യാസം ചെയ്തിട്ടില്ലെന്ന്. അത്രത്തോളം അറിവ് എല്ലാം CPM-കാരാണ് ചെയ്യുന്നത്. വേറെ ആരുമല്ല, വേറെ മതസ്ഥരല്ല, വേറെ ഒരു മനുഷ്യരുമല്ല, നിരീശ്വരവാദികളല്ല, ആരും എല്ലാവരും എല്ലാം CPM-കാരാണ് ഇത് ചെയ്യുന്നത്. CPM-കാർ എന്ത് ചെയ്യുന്നതാണ് താങ്കൾ പറയുന്നത്? ഒരു കാരണവശാലും ഇരിക്കുന്നത്. എനിക്ക് അയാളോടൊരു വ്യക്തിപരമായ വൈരാഗ്യമില്ല. അയാൾ ഞാനുമായിട്ട് കണ്ടിട്ടില്ല. ഞാൻ കൊല്ലത്തിരിക്കുകയാണ്. ഒരു വിദ്വേഷവും ഇല്ല. പക്ഷെ താങ്കൾ പറയുന്നത് വിദ്വേഷമാണ്. താങ്കൾ പറയുന്നത് കൊല്ലത്തിരിക്കാണ് വിദ്വേഷമൊന്നുമില്ലെങ്കിൽ പറയുന്നെങ്കിലും താങ്കൾ പറയുന്ന വിദ്വേഷമാണ്. ഒരു സ്ഥാനാർത്ഥിയെ മോശക്കാരനാണ്, അയാൾക്ക് ദൈവവിശ്വാസികൾ വോട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? കേരളത്തിലെ ഈ നിലമ്പൂരിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി, ഇനി PV അൻവർ ആയ പോലും അവരാരും അങ്ങനെ ഒരാൾക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ മോശക്കാരായ സ്ഥാനാർത്ഥികൾ ആരുമല്ല അവിടെ മത്സരിക്കുന്നത്. അല്ല, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഞാൻ പറഞ്ഞതല്ലേ, ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ആ തരത്തിൽ പറയേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല, സ്വരാജ് അന്തസ്സായി നിലപാടുകൾ പറയുന്ന, ആർജവത്തോടുകൂടി നിലപാടുകൾ പറയുന്ന, ഉറച്ച നിലപാടുകൾ പറയുന്ന, വോട്ടിനപ്പുറത്തേക്ക് നിലപാടുകൾ പറയുന്ന നേതാവ് കൂടിയാണ്. അതിന് സംശയമൊന്നുമില്ല. സ്വരാജ് അന്നേരം അവരുടെ നേതാവിനെ കുറിച്ച് പറഞ്ഞെന്താ? അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞെന്താണ് സാറേ? ശരി ശ്രീ വിജയൻ, എന്തായാലും അങ്ങനെയൊന്നും അല്ല, ഈ പറയുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. എന്തായാലും താങ്കൾക്ക് അറിയാമത്. ശരി, ശ്രീ വിജയൻ ആണ് കൊല്ലത്ത് നിന്ന് സംസാരിച്ചത്. നമ്മൾ സ്ഥാനാർത്ഥി രാഷ്ട്രീയം പലപ്പോഴും പറയുന്നത്, മുമ്പ് പറഞ്ഞയാൾ പറഞ്ഞത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇതിപ്പോൾ സ്വരാജിൻ്റെ കാര്യം. സ്വരാജ് ആയാലും ആര്യാടൻ ഷൗക്കത്തായാലും ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്, ഈ രണ്ടുപേരും പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ്. അങ്ങനെ വ്യക്തിപരമായി ഏതെങ്കിലും തരത്തിൽ മോശമുള്ളവരല്ല എന്ന് മാത്രമല്ല, സാധാരണ പൊതു വിലയിരുത്തുമ്പോൾ വ്യക്തിപരമായി മുന്നിൽ നിൽക്കുന്ന അത്തരം നിലപാടുകളൊക്കെ സ്വീകരിച്ചിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ്. അങ്ങനെ വ്യക്തിക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നത് അതൊരു വിദ്വേഷം പടർത്തുന്ന രീതിയാണ്. രാഷ്ട്രീയമായി അവരെയൊക്കെ എതിർക്കാം, അതിന് യാതൊരു കുഴപ്പവുമില്ല. ആർക്കും അത്തരം അഭിപ്രായം പറയുന്നതിന് തടസ്സമില്ല. ശ്രീ ചന്ദ്രനാണ് കരുനാഗപ്പള്ളിയിൽ നിന്നും. ശ്രീ ചന്ദ്രൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ നിലമ്പൂരിലെ രാഷ്ട്രീയം ഇപ്പോൾ എങ്ങനെയാണ് തിളയ്ക്കുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരം. നമ്മുടെ കേരളത്തിലെ ഇപ്പോ ഒരു ബൈ ഇലക്ഷൻ വന്നിരിക്കുകയാണ്. അനവസരത്തിൽ വന്നതാണ് ഈ ബൈ ഇലക്ഷൻ. ഹലോ, കേൾക്കുന്നുണ്ട് സാർ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. സാറേ, നമ്മുടെ കേരളത്തിൽ ഞാനും അങ്ങേ ഉൾക്കൊള്ളുന്ന ഈ കേരളത്തിൽ ഒരു ബൈ ഇലക്ഷൻ വന്നിരിക്കുകയാണ്. ഏകദേശം 10 മാസം കൂടിയാണ് നമ്മുടെ കേരളം ഭരിക്കുന്ന ഈ മുന്നണിക്ക് ഇനി അധികാരത്തിനുള്ള സമയമുള്ളത്. അനവസരത്തിൽ വന്നതായി ഈ ഇലക്ഷന് വേണ്ടി കേരളം ഭരിക്കുന്ന മുന്നണി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ആ മണ്ഡലത്തിൽ കടന്ന് എന്തുമാത്രം പ്രചരണങ്ങളാണ് നടത്തുന്നത്. ആ പാർട്ടി ജയിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതായ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ, അവർ നൽകിയിട്ടുള്ള ജനകീയമായിട്ടുള്ള കാര്യങ്ങൾ, ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ട കാര്യങ്ങൾ മറിച്ച് ജാതി പറഞ്ഞ് പരസ്പരം വോട്ട് പിടിക്കുകയാണ്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJP അങ്ങനെ പരസ്പരം. ഇവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണ് സാർ? വെറും 10 മാസം കൂടെ ഉള്ളൂ അവിടെ ഇനി അടുത്ത നിയമസഭാ ഇലക്ഷനുള്ള കാലാവധി. ഈ കാലാവധിക്കുള്ളിൽ ഈ ഇലക്ഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായ സ്വരാജ് തോറ്റാൽ ജയിച്ചാൽ ഇവിടെ ഭൂരിപക്ഷം കൂടുമോ? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. കേരളത്തിലെ ഈ നിയമസഭയുടെ ഭൂരിപക്ഷം കൂടുമോ? അല്ലെങ്കിൽ ഈ സ്വരാജ് അവിടെ തോറ്റാൽ ഈ മുന്നണി രാജിവെക്കുമോ? ഇതൊന്നും സംഭവിക്കത്തില്ല.
ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ മതവിഭാഗത്തിലുള്ള നേതാക്കന്മാരും അവിടെ ഉണ്ട്. ഇപ്പൊ SNDP-കാരനായ വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞു കഴിഞ്ഞാൽ SNDP-കാർ മൊത്തം വോട്ട് ചെയ്യുമെന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ ലീഡറായിട്ടുള്ള നേതാവ് പറഞ്ഞാൽ അവരെല്ലാവരും വോട്ട് ചെയ്യുന്നൊക്കെ നമ്മൾ പരസ്പരം ഇങ്ങനെ പറയുന്നത് യഥാർത്ഥത്തിൽ വോട്ടവകാശം ചെയ്യുന്ന ഓരോ പൗരന്റെയും അവന്റെ അവകാശത്തെ ചോദ്യം ചെയ്യാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. അവരവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. അത് ഏത് മുന്നണി വന്നാലും അങ്ങനെയാണ് ചെയ്യുന്നത്. അതൊന്നുമല്ല. ഇത് ഒരു ബൈ ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് പിണറായി വിജയൻ ഉൾപ്പെടുന്നതായ മന്ത്രിമാരെല്ലാം ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് അവർ ഇലക്ഷനുള്ള പ്രചരണം നടത്തുകയാണ്. യഥാർത്ഥത്തിൽ അവരുടെ വികസനങ്ങൾ പറഞ്ഞു വേണം ഒരു മുന്നണി അധികാരത്തിലിരിക്കുന്ന മുന്നണി. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. വികസന വിഷയങ്ങൾ പറഞ്ഞ് ജനകീയ വിഷയങ്ങൾ പറഞ്ഞു വേണം ആരായാലും വോട്ട് ചോദിക്കാൻ. അവിടെ ജാതിയും മതവും അവരാരെ പിന്തുണയ്ക്കുന്നു, അവരുടെ പിന്തുണ ആർക്ക് വേണം, അവരുടെ പിന്തുണ ഇവർ മോശക്കാരാണ് മറ്റേത് പറഞ്ഞ് അതല്ല തെരഞ്ഞെടുപ്പിൽ ഒന്നാമതായ രണ്ടാമതായ മൂന്നാമതായ ചർച്ച ചെയ്യേണ്ട വിഷയം. അത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ശ്രീ ചന്ദ്രൻ പറഞ്ഞ ശ്രീ തങ്കച്ചനാണ് മുഹമ്മയിൽ നിന്നും. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എങ്ങനെയാണ് ഈ നിലമ്പൂരിലെ രാഷ്ട്രീയം പോകുന്നത്? നിലമ്പൂർ രാഷ്ട്രീയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി എം സ്വരാജ് വിജയിക്കും എന്നുള്ള 100% എനിക്ക് ഉറപ്പാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വരാജ് വൻഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ശരി. പിന്നെ ഇതിനു മുമ്പ് സംസാരിച്ച വിജയൻ ചേട്ടൻ പറഞ്ഞു സ്വരാജ് പിന്നെ ഹിന്ദുക്കൾക്കെതിരെ എന്തോ വർത്തമാനം പറഞ്ഞെന്ന്. ഞാൻ ഈഴവ സമുദായത്തിൽപ്പെട്ട എന്റെ താലൂക്കില് ചേർത്തല താലൂക്കില് ഒരു ക്ഷേത്രത്തിൽ ഈഴവാദി പിന്നോക്കക്കാരനെ കൊണ്ട് താലപ്പുലി എടുപ്പിക്കത്തില്ല സാർ. ഹിന്ദുവല്ലേ, ഞാനും ഹിന്ദുവല്ലേ. മാവേലിക്കരയിൽ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു ശാന്തിക്കാരനെ ആ ക്ഷേത്രത്തിൽ കയറ്റിയില്ല ഇവിടുത്തെ സവർണ സമുദായക്കാരി. അതൊക്കെ ഹിന്ദുവല്ലേ. ഈ വിജയൻ ചേട്ടൻ അതൊന്നും കാണാൻ മേലായിരുന്ന, കണ്ണില്ലായിരുന്ന. ഈ TV വന്നിരുന്നിട്ട് പിന്നെ സ്വരാജിനെ പറ്റി വിവരക്കേട് പറയുമ്പം ഈ വിജയൻ ചേട്ടന് കണ്ണില്ലായിരുന്ന, കാതില്ലായിരുന്ന. എന്തൊക്കെ പുകില മാവേലിക്കരയിൽ ക്ഷേത്രത്തിൽ ഈഴവൻ ഒരു ശാന്തിയായപ്പം കാണിച്ചു കൂട്ടിയത് ഇവിടുത്തെ സവർണ മേധാവികള്. അവർണനെ കേറ്റാത്ത എത്ര ക്ഷേത്രങ്ങളുണ്ട് സാർ. ശരി ശ്രീ തങ്കച്ചൻ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഞാൻ ആ സമയത്ത് തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കേണ്ട കാര്യമില്ല എന്ന് വ്യക്തമായി തന്നെ ഈ പരിപാടിയുടെ ആങ്കർ എന്ന നിലയ്ക്ക് തന്നെ ഞാനത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വളരെ വേഗത്തിൽ മടങ്ങി വരാം. ശരി. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഏറ്റവും അവസാനവും നിലമ്പൂരിൽ ചർച്ചയാവുന്നത് രണ്ടു പക്ഷത്തു നിന്നും, താങ്കൾ പ്രതികരിക്കുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും എല്ലാം ചർച്ചയാവുന്നത് പ്രധാനമായും വികസന വിഷയങ്ങളോ അഴിമതിയോ ഒന്നുമല്ല. രണ്ടു കൂട്ടരും അതൊക്കെ മാറി മറ്റു വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. എങ്ങനെയൊക്കെ ആയെങ്കിലും ആർക്കാണിപ്പോൾ ഒരു മേൽക്കൈ ഉള്ളതായി താങ്കൾക്ക് തോന്നുന്നത്? വികസനം ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്ന് അവിടെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ന്റെ സെക്രട്ടറി ഗോവിന്ദ മാഷും ഒക്കെ അവിടെ പ്രസംഗിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണം ഞാൻ കണ്ടായിരുന്നു. അവിടെയെല്ലാം ഈ പറഞ്ഞ ഈ വികസനം അല്ലാത്ത ചില വിഷയങ്ങൾ അവിടെ പറഞ്ഞെങ്കിലും അവർ പ്രധാനമായും ഊന്നൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വികസനങ്ങൾക്ക് തന്നെയാണ്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 900 പോയിന്റുകൾ അടങ്ങുന്ന ഒരു പ്രകടന പത്രികയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കപ്പെട്ടത് ഈ സമയത്ത് തന്നെയാണ്. അപ്പൊ അത് മിക്കവാറും എല്ലാ കൈകളിലും എത്തിയിട്ടും ഉണ്ടാവും. അതിനെ അടിസ്ഥാനപ്പെടുത്തി ചർച്ച ചെയ്യാൻ വിസമ്മതം പറയുന്നത് UDF-കാരാണ്. അവരതിനെപ്പറ്റി ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. കാരണം മിണ്ടിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമെന്ന് അവർക്ക് തന്നെ തോന്നുന്നുണ്ടാവും. അതുകൊണ്ടാണ് വികസനത്തെ പറ്റി അവർ പറയാത്തത്. പക്ഷേ ഇടതുപക്ഷം പറയുന്നിടത്തെല്ലാം വികസനം പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല അവിടുത്തെ സ്ഥാനാർത്ഥിയായ സ്വരാജ് ഈ വികസനത്തെ പറ്റി മാത്രമല്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളിലും അതിന്റെ ഒരു ആല പോലും സ്വരാജ് പിടിക്കുന്നില്ല. നമ്മൾ എല്ലാ ചാനലിലും കണ്ടിട്ടുണ്ട്. സ്വരാജ് ഇത്ര കാര്യങ്ങളെ പറ്റി അഭിപ്രായം പറയാതെ പറയുന്നില്ല. പിന്നെ ആരാണിത് പറയുന്നതെന്ന് വെച്ചാല്
ഇതിന്റെ വാലറ്റത്ത് നിൽക്കുന്ന ചില ആൾക്കാരാണ് ഇത് പറഞ്ഞു നോക്കുന്നത്. പക്ഷെ അത് വില പോവില്ല. അങ്ങനെ വാലറ്റ് നിൽക്കുന്നവരല്ല ഈ രണ്ട് ഭാഗത്തും പറഞ്ഞത്. ഇപ്പുറത്ത് പറഞ്ഞതും അപ്പുറത്ത് പറഞ്ഞതും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവും ഒക്കെ തന്നെയാണ് രണ്ട് ഭാഗത്തു നിന്ന് ഇതൊക്കെ പറഞ്ഞത്. അങ്ങനെ വാലറ്റ് നിൽക്കുന്നവരൊന്നും അല്ല. ഈ പറഞ്ഞ വിഷയങ്ങൾ അഭിപ്രായം പറഞ്ഞു എന്നുള്ളതല്ലാതെ ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്തരം അഭിപ്രായങ്ങൾ ഇനി അത് LDF നേതാവ് പറഞ്ഞാലും UDF നേതാവ് പറഞ്ഞാലും അത് എന്തിനു വേണ്ടിയാണ് പറയുന്നതെന്നൊക്കെ തിരിച്ചറിയാവുന്ന ആളുകളല്ലേ എല്ലാവരും. അതെ, നിലമ്പൂര് ജനത കൂടുതൽ പ്രബുദ്ധരായിക്കൊണ്ടിരിക്കുകയാണ്. വികസനം പറഞ്ഞു കഴിയുമ്പം നിലമ്പൂര് തന്നെ കേരളത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാല് അവിടെ ലൈഫിന്റെ വീട് കൊടുത്തതില് നിലമ്പൂരിലെ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിനാണ് 1-ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത്. അതുവരെ അത്ര വികസനങ്ങൾ വരെ ഞാൻ അറിഞ്ഞത് എങ്ങനെയാ, അവിടെ വികസനം ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ട് അതിനെപ്പറ്റി പറയുന്ന ചാനലിലൂടെ തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അതുകൊണ്ട് വികസനം ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. വികസനം ചർച്ച ചെയ്യാൻ നഷ്ടപ്പെടുന്നത് UDF-നാണെന്ന് വ്യക്തമായിട്ട് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ പറയാത്തത്. അതുകൊണ്ട് സ്വരാജിനെ സംബന്ധിച്ച് സ്വരാജ് ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വികസനം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് തന്നെയാണ് എന്റെ അഭിപ്രായം. വളരെ വ്യക്തമാണ്. ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ രവീന്ദ്രൻ, ഇടത് വലത് മുന്നണികളിൽ താങ്കളുടെ പാർട്ടി മത്സരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിലമ്പൂരിനെ സംബന്ധിച്ച് ഈ രണ്ട് മുന്നണികൾ തമ്മിലാണ് പ്രധാന മത്സരം നടക്കുന്നത്. അപ്പോൾ അവിടെ എവിടെയാണ് ഒരു മേൽക്കൈ താങ്കൾക്ക് തോന്നുന്നത്? നമസ്കാരം. നമസ്കാരം. 4-ാം സ്ഥാനം ആരും കൊണ്ടുവരും ഉറപ്പാണ്. ഞങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഞങ്ങൾക്ക് 1, 2, 3 വേണ്ട, 4-ാം സ്ഥാനം ഉറപ്പാണ്. അങ്ങനെ പറയാതെ ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ജയിക്കുമെന്നാണ് പറഞ്ഞത്. ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചുമ്മാ പോച്ചാരിച്ചിരുന്നു കാര്യമില്ല. നമുക്ക് ഉള്ളത് തന്നെ സംസാരിച്ച് പോകാൻ മുന്നോട്ട്. പറഞ്ഞോളൂ. ഇനി LDF-ന്റെ സ്ഥാനാർത്ഥി സ്വരാജ് ഒരു 10,000-നും 15,000-നും ഇടയ്ക്ക് വോട്ടിനും ജയിക്കും എന്നുള്ളതാണ് എന്റെ ഒരു പ്രതീക്ഷ. എന്ന് പറഞ്ഞ ഉടനെ എന്നെ പാർട്ടി മാറി എന്ന് പറഞ്ഞേക്കളി, ഞാൻ അടുത്തൊറ്റ BJP-കാരൻ തന്നെയാണ്. അതിനകത്ത് താങ്കള് കടുത്ത ഇടതുപക്ഷ വിരുദ്ധനാണെന്നുള്ള കാര്യം നമുക്ക് എത്രയോ കാലമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ ഒരിടത്ത് ഒരു വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് ഏത് പാർട്ടി ജയിച്ചു എന്ന് പറഞ്ഞത് താങ്കളുടെ പാർട്ടി മാറാൻ ആകില്ലല്ലോ. അതിൽ നമ്മൾ 4-ാം സ്ഥാനം ഉറപ്പായിട്ട് ഞങ്ങൾക്ക് കിട്ടും. അതിനകത്ത് ആരും ഇനി കടന്നു വരികയാണ്. പിന്നെ വെട്ടിയും ചട്ടിയും ജാതിയൊക്കെ പോയിട്ട് നീതിയെല്ലാം ഉണ്ട്, ഞങ്ങൾക്ക് കുറച്ച് തന്നേക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാവരും ഓക്കെ ശ്രീ രവീന്ദ്രൻ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും നമുക്ക് ചില കമൻറ്റുകളിലേക്ക് കൂടി വളരെ വേഗത്തിൽ പോകേണ്ടതുണ്ട്. നമ്മുടെ യൂട്യൂബിലെ ചിലരുടെ വലിയ അഭിപ്രായങ്ങളും തർക്കങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ആ തർക്കങ്ങളിലേക്കൊന്നും തൽക്കാലം ഞാൻ കടന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് വായിക്കേണ്ടി വരും. അതുകൊണ്ടുകൂടിയാണ് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാത്തത്. അതുപോലെ ചില രണ്ട് കൂട്ടരോടും പറയാനുള്ളതാണ്, ഈ കമൻറ്റുകൾ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, കുറേ കൂടി സഭ്യമല്ലാത്ത രീതിയിലേക്കുള്ള കമൻറ്റുകളിലേക്ക് ദയവ് ചെയ്ത് പോകരുത് എന്നുള്ള ഒരിക്കൽ കൂടി ഒരു അഭ്യർത്ഥനയായി തന്നെ വെക്കുകയാണ്. അയൽരാജ്യ ഹിന്ദുക്കളുടെ മാത്രം ചൊറിച്ചിലാണ് എന്ന് അതെന്താണെന്ന് മനസ്സിലായില്ല. പ്രവീൺ P എഴുതിയിരിക്കുന്നു. വിജയൻ കൊല്ലത്തിന് ഒരു ലവ് ചിഹ്നം അയച്ചിരിക്കുന്നു. മല്ലു റിയാക്ഷൻസ്. ദീപവും ഇവനും പൊതുവേദിയിൽ വിളിക്കുന്നവരെ അതിശയിക്കുക അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ കുറച്ച് നിലപാട് പിണറായിത്തെ താങ്ങുക അല്ലാതെ സ്വരാജ് എന്താണ് നിലപാട് പറഞ്ഞത് എന്ന് പ്രവീൺ P ചോദിക്കുന്നു. അത് സ്വരാജ് അങ്ങനെ സാധാരണഗതിയിൽ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ നിലപാടുകൾ പറയാൻ മടിക്കുന്ന ഘട്ടത്തിലടക്കം നിലപാടുകൾ പറയുന്ന ഒരാൾ ആണ് സ്വരാജ്. അതിന് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. അവൻ പറയുന്ന പൊട്ടത്തരത്തിൽ കൈയടിക്കാൻ രണ്ടുപേരും സപ്പോർട്ട് ചെയ്യാൻ കിരണും പിന്നെ എന്ത് വേണം എന്നൊക്കെ ചോദിക്കുന്നു. എന്തായാലും കൊള്ളാം. എന്താണ് താങ്കളുടെ അഭിപ്രായം? അങ്ങനെ അത് താങ്കൾക്ക് അങ്ങനെ പറയാനുള്ള അവകാശം കൂടിയുണ്ട്. സ്വരാജ് 7,000 വോട്ടിന് തോൽക്കും, എന്നിട്ട് വേണം എനിക്ക് പൊതുവേദിയിൽ കയറി സംസാരിക്കാനെന്ന് ഗോളാന്തര യാത്ര പറയുന്നു. പൊതുവേദിയിൽ വന്ന് സംസാരിക്കുന്നതിന് സ്വരാജ് തോക്കുന്നതും ജയിക്കുന്നതൊന്നും കണക്കാക്കേണ്ട ശ്രീ ഗോളാന്തര യാത്ര. താങ്കൾ പൊതുവേദിയിൽ വന്ന് സംസാരിച്ചോളൂ. ഹിന്ദു ദൈവങ്ങളെ വിമർശിക്കുന്നവർ മറ്റു മതത്തിലെ ദൈവങ്ങളെ വിമർശിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. ശ്രീ സുൽകുമാർ, പലപ്പോഴും താങ്കൾ ലോകകാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ അനായാസം മനസ്സിലാവുന്നേ ഉള്ളൂ. ഹിന്ദു ദൈവങ്ങൾക്കെതിരെ ഉയർന്ന വിമർശനങ്ങളുടെ എത്രയോ 1000 മടങ്ങ് വിമർശനങ്ങൾ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെയൊക്കെ ദൈവങ്ങൾക്കെതിരെയും വേദപുസ്തകങ്ങൾക്കെതിരെയും ഒക്കെ ലോകത്താകമാനം ഉയർന്നിട്ടുണ്ട്. വലിയ വിവാദങ്ങളും കലാസൃഷ്ടികളും ഒക്കെ വലിയ വിവാദങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. അത്രത്തോളം വലിയ ചരിത്രം ലോക ചരിത്രത്തിൽ ആകമാനമുള്ളതാണ്. അത് ലോകത്തെല്ലായിടത്തും ഉള്ളതാണ്. അങ്ങനെ ഒരു മതത്തിൻ്റെയും ഒരു ദൈവവും ഒരു മതവും ഒരു വേദപുസ്തകവും ഒന്നും വിമർശനാതീതമല്ല. ഇതെല്ലാം വിമർശനത്തിലൂടെ തന്നെ കടന്നു വന്നിട്ടുള്ളതാണ്. അതിന് ആ തരത്തിൽ അതിനെ വൈകാര്യമായി കാണേണ്ടതില്ല. വിമർശനങ്ങളെ പോസിറ്റീവായി കാണേണ്ട വിമർശനങ്ങളെ പോസിറ്റീവായും തള്ളിക്കളയേണ്ടതിനെ തള്ളിക്കളഞ്ഞ് തന്നെ മുന്നോട്ട് പോകണം. KM മാണി എന്തൊക്കെയാണ് പറഞ്ഞ് ആക്ഷേപിച്ചതാണെന്ന് ചോദിക്കുന്നു പ്രവീൺ P. ഇറാൻ്റെ കാര്യം വന്നപ്പോൾ കണ്ടില്ലേ പിണറായി പറഞ്ഞത് കേട്ടാൽ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചു നിങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് കളിയാക്കിക്കൊണ്ട് എഴുതുന്നതാണെന്നാണ് തോന്നുന്നത്. അത്തരം കുറേ കമൻറ്റുകൾ കൂടി പിന്നെ കുറേ ഒരു പ്രളയം കൂടി പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റുകളൊക്കെയാണ്. എന്തായാലും പോട്ടെ, നമുക്ക് മറ്റ് ആളുകളിലേക്ക് കൂടി കടക്കാം. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് ഈ നിലമ്പൂരിലെ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നത്?
LDF അമ്പരപ്പിച്ചുകൊണ്ടും ഞെട്ടിച്ചുകൊണ്ടുമുള്ള ഒരു ഫലപ്രഖ്യാപനം കാതോർത്തിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് നമ്മുടെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ തന്നെ UDF അതിശക്തനായ സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ആ അവസരത്തിൽ തെരഞ്ഞെടുപ്പിന്റെ കാരണങ്ങളും ഭരണത്തിന്റെ കോട്ടങ്ങളും ഭരണത്തിന്റെ വീഴ്ചകളും അവിടെ മണ്ഡലത്തിൽ 9 കൊല്ലമായി ഇടതുപക്ഷം MLA എന്ത് വികസനമാണ് കൊണ്ടുവന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആ കാലയളവിൽ UDF സാധിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇടതുപക്ഷം ഇരുട്ടിൽ തപ്പുകയായിരുന്നു, സ്ഥാനാർത്ഥിക്ക് വേണ്ടി പരതുകയായിരുന്നു, അവസാനം സ്വന്തം കീശയിലുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയായിരുന്നു. അതിനിടയിൽ നല്ലൊരു മേൽക്കൈ ഉണ്ടാക്കാൻ UDF സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴുണ്ടാകുന്ന അതാത് ദിവസങ്ങളുണ്ടാകുന്ന ഇപ്പോഴത്തെ പ്രചരണങ്ങളുണ്ടല്ലോ, അതൊന്നും വിലപ്പോവില്ല. ശരിയായ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുകയും അടുത്ത തെരഞ്ഞെടുപ്പിലെ ഒരു ചൂണ്ടുപലകയായി ഈ നിലമ്പൂരിലെ ഫലം വിളിച്ചു പറയും എന്നുകൂടി ഞാൻ പറയാം. അങ്ങനെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നം, ശ്രീ ഷാജിയാണ് കൊല്ലത്തുനിന്ന്. ശ്രീ ഷാജി, താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിലമ്പൂരിൽ ആര് പറയുന്ന രാഷ്ട്രീയത്തോടാവും കൂടുതൽ ജനത്തിന് യോജിക്കാൻ കഴിയുക? ചിരൻ നമസ്കാരം. നമസ്കാരം. പിന്നെ ഞാനിപ്പോ കൊല്ലത്തിരിക്കുകയാണ്. ഞാൻ കൊല്ലം സ്വദേശിയാണ്. ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ അല്ലെങ്കിൽ ഇടതുപക്ഷ വിശ്വാസി എന്നുള്ള അർത്ഥത്തിൽ എനിക്ക് സ്വരാജ് ജയിക്കണമെന്നാണ് ആഗ്രഹം. ഞാൻ അതാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നവരൊക്കെ ഈ റഷീദ് കൊയിലാണ്ടി ഉൾപ്പെടെ ആദ്യം മുതൽ പറയുന്ന കാര്യങ്ങൾ തന്നെ ഇപ്പോഴും പറയുന്നത്. പക്ഷെ അവിടെ നിന്നൊക്കെ വെള്ളം ഒരുപാട് ഒഴുകിപ്പോയി. ഇടതുപക്ഷ നേതാക്കളും ഇടതുപക്ഷവും വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയൊക്കെ ഉൾപ്പെടെയുള്ള ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പിന്തുണയൊക്കെ ആർജിച്ചുകൊണ്ട് അവരൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾക്കും ആ വർഗീയതയ്ക്കെതിരെ പറയേണ്ടി വന്നു. അത് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്തുനിന്നും ഓടിയിട്ടില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഈ തുടർച്ചയായിട്ട് ഈ അഴിമതി എന്ന് പറയുന്നതല്ലാതെ എന്തെങ്കിലും വസ്തുതാപരമായിട്ട് ഇവർക്ക് പറയാനോ ഒന്നും ആ പറയുന്നതിനകത്ത് ഉറച്ചു നിൽക്കാനോ ഇതുവരെ UDF കഴിഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ യൂട്യൂബിനകത്ത് കമന്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, ഞാൻ അതിനകത്ത് നിരപരാധിയാണെങ്കിൽ പോലും ഞാനത് മൗനമായിട്ട് നേരെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നെ അസഭ്യം പറഞ്ഞതിന് ശേഷം ഞാനത് മനുവിനോട് ചോദിച്ചാൽ മതി. മനുവിന് ഞാൻ ഉണ്ട്. അപ്പൊ നിരവധി തവണ ഇങ്ങനെ ആവർത്തിക്കുന്നു എന്റെ പിതാവിന്റെ പേര് വികലമായി കൊണ്ട് പറയുന്നു മനുവിന് ഞാൻ അയച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ ഗതികെട്ട് തിരിച്ചു പറയേണ്ടി വന്നത്. അല്ലാതെ ഞാനല്ല ആദ്യം പറഞ്ഞത്. ഷാജി ഭാസ്കരൻ, നമുക്കറിയാം, ഞാൻ ആരോടായാലും താങ്കളുടെ വിഷയത്തിൽ തന്നെ നേരത്തെ ഇടപെട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് പറയുന്ന ആള്, അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എന്നിട്ട് പറയുന്ന ആള് ഞാൻ ഇനി ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ട് തീരുന്നെങ്കിൽ തീർന്നോട്ടെ എന്ന് എഴുതിയിട്ട് ഞാൻ എന്നെയാണ് ആദ്യം പറഞ്ഞതെന്ന് പുള്ളി അവകാശം ഉന്നയിച്ച് അവിടെ കൊണ്ട് തീരുന്നെങ്കിൽ തീർന്നോട്ടെ എന്ന് എഴുതി ഞാനങ്ങ് മിണ്ടിയില്ല. കോട്ടയെന്ന് വെച്ചു. നമ്മളെ ഒരാള് വഴിയിൽ നിന്ന് തെറി പറഞ്ഞാൽ അതിന് നമ്മൾ തിരിച്ച് തെറി പറയുക എന്നുള്ളതല്ല. അതിനകത്ത് ഞാൻ രണ്ടു കൂട്ടരോടും കൃത്യമായി തന്നെ പറയാറുണ്ട്. ഇല്ല, എനിക്ക് മനസ്സിലായി താങ്കൾ അത് പറഞ്ഞിട്ടില്ലെന്നറിയാം. അല്ലെ, അവസാനം ഞാൻ ഇന്ന് അദ്ദേഹം പറഞ്ഞ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഒരു കമന്റ് ചെയ്തു സഭ്യമായ. ഉടനെ അദ്ദേഹം വേറൊരാളെ ഗോളാന്തരത്തിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് എന്നെ പുലഭ്യം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ശരി, അത് ചിലരൊക്കെ ഈ വ്യാജ പേരുകളിലൊക്കെ ഇതിനകത്ത് കടന്നു കൂടിയിട്ടുണ്ട്. അത്ര ആളുകളൊക്കെ നമ്മൾ അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ നമുക്കൊക്കെ എതിരെ ആരൊക്കെ എല്ലാ തരത്തിൽ ഇത്തരം അഭിപ്രായങ്ങളൊക്കെ പറയാം. അതൊന്നും നമ്മൾ കണക്കാക്കുക പോലും തമാശയായി കണ്ട് ചിരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്കൊന്നുമില്ല. ശരി, ഓക്കെ. എനിക്കറിയാം ശ്രീ ഷാജി, നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് എന്തായാലും നമുക്ക് അടുത്ത പ്രശ്നത്തിലേക്ക് പോകേണ്ടത്. ശ്രീ ജിനേഷാണ്, വഴിക്കടവ് നിന്നാണ്. ശ്രീ ജിനേഷ്, താങ്കൾ എങ്ങനെയാണ് ഈ നിലമ്പൂരിലെ രാഷ്ട്രീയത്തെ കാണുന്നത്? ശ്രീ ജിനേഷ്, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. സംശയമില്ലാതെ നമുക്ക് പറയാം, സ്വരാജ് മേൽക്കൈ നേടും, സ്വരാജിന്. എന്താണ് താങ്കൾ അങ്ങനെ പറയാൻ കാരണം? അത് ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന നിഷ്പക്ഷ വോട്ടുകളാണല്ലോ. ഈ നിഷ്പക്ഷ വോട്ടുകൾ സ്വരാജിലേക്ക് കേന്ദ്രീകരിക്കും. കാരണം എല്ലാവർക്കും സ്വീകാര്യനാണ്, നിലപാടിന്റെ രാജാവാണ്. അപ്പോ വിജയ സാധ്യത 100% സ്വരാജിനാണ്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ സുരേഷാണ് മാനന്തവാടിയിൽ നിന്ന്. ശ്രീ സുരേഷ്, താങ്കൾ നിലമ്പൂരിലെ രാഷ്ട്രീയത്തെ ഈ തിളച്ചു പറയുന്ന അവിടുത്തെ ആരോപണ പ്രത്യാരോപണങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ നിലമ്പൂർ പോയിട്ടില്ല, അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എനിക്കറിയില്ല. ശരി,
പറഞ്ഞോളൂ. ഞാൻ നിലമ്പൂർ പോയിട്ടില്ല. ശരി, ഓക്കെ. നമ്മളുടെ അഭിപ്രായം അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് പോകണം എന്നൊന്നുമില്ല, എപ്പോഴും അഭിപ്രായങ്ങൾ പറയുന്നത്. നമ്മൾ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്ന പലപ്പോഴും മാധ്യമങ്ങളിൽ നിന്നും മറ്റ് ചർച്ചകളിൽ നിന്നും കാര്യങ്ങളൊക്കെ വിവിധ മാധ്യമങ്ങളിൽ നിന്നും മനസ്സിലാക്കിയും ഒക്കെ ആവും. എന്തായാലും നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് സ്വാഭാവികമായും ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പാണ്, രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ ശക്തമായി തന്നെ ഉണ്ടാവും. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ്, നമ്മുടെ പൊതുവേദിയിൽ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുന്നവരായാലും പൊതുവേദിയിൽ അഭിപ്രായം പറയുന്നവരായാലും എല്ലാം നിങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയെയും ഏത് രാഷ്ട്രീയത്തെയും അതിനിശ്ചിതമായി വേണമെങ്കിലും വിമർശിക്കാം, ഏത് തരത്തിൽ വേണമെങ്കിലും വിമർശിക്കാം. പക്ഷേ മാന്യമായ ഭാഷയായിരിക്കണം ഉപയോഗിക്കേണ്ടത്. പക്ഷേ വ്യക്തിപരമായ അത്തരം അധിക്ഷേപങ്ങളൊന്നും അത് ആരോടായാലും ശരിയല്ല എന്നതുകൂടി പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.